Podcast. 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 Porada. Vara y vere vara. Poda. Podcast. 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 Pora. Da. Poda. Podcast. 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 Pora. Da. ഈ പള്ളിയുടെയൊക്കെ കഴിഞ്ഞ ദിവസം കണ്ട് പള്ളിയിലെ പറമ്പിൽ കപ്പ നടാൻ നോക്കിയപ്പോ ശിവലിംഗം കിട്ടിയിരുന്നു. കപ്പ നടാൻ കുഴി എടുത്തപ്പോഴാണ് എന്നാ പരിപാടി എടുത്തത്. കപ്പ നടാൻ കുഴി എടുക്കുമ്പോ ശിവലിംഗം കിട്ടാവോ? ശിവലിംഗം ഒരിക്കലും കപ്പ നടാനും കുഴി എടുക്കുമ്പോ കിട്ടാൻ പാടില്ലാത്തതാണ്. ഇനി അങ്ങനെ ആണെങ്കിൽ പോലും അത് പുറത്ത് പറയരുത്. അതെ അത് ശിവലിംഗം അല്ലെന്നുള്ള ഉറപ്പാ. കാരണം കപ്പക്ക് കുഴി എടുക്കുമ്പോഴാണ് ശിവലിംഗം കിട്ടും. വേറെ കാര്യം കൂടെ ഈ കപ്പയ്ക്ക് കുഴി എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ 6 അടി കുഴിയൊന്നും വേണ്ടല്ലോ. ഇത് അതല്ല, ഇത് മറ്റേ ചുമ്മാ ഇങ്ങനെ കൂട്ടിയിടുന്ന പരിപാടിയാണ്. എന്നിട്ട് അതിനകത്ത് കൊണ്ടുപോയി നടണം. അത് കുഴി എടുക്കേണ്ട കാര്യമില്ല, വാരം കോരുക അങ്ങനെ എന്തോ പറയാം. ഇങ്ങനെ ഒരു പ്രയോഗമുണ്ട്. അതിപ്പോ നടന്നു പോയാലും കിട്ടിയാനല്ലോ. അങ്ങനെയാണെങ്കിൽ എല്ലാം ഇറങ്ങി നടന്നായിരുന്നെങ്കിലും കിട്ടിയാനത്. ഭാഗ്യത്തിന് കക്കൂസിന് കുഴി എടുത്തപ്പോ ഒന്നും അല്ല. അതും വരുമായിരിക്കും, ആർക്കറിയാം. ഇനി ഇവിടെ കക്കൂസിന് കുഴി എടുക്കുമ്പോഴായിരിക്കും ശിവലിംഗം കിടക്കുന്നത് സെപ്റ്റിക് ടാങ്കിൽ. ശിവലിംഗത്തിനെ കൊണ്ട് വലിയ പ്രശ്നമുണ്ടോ അവിടെ ഇന്ത്യയില്? കേരളത്തിലൊരു എത്തിയ സാധനം എത്തിയിട്ടുണ്ട് ശിവലിംഗം. കേരളത്തിലെ ശിവലിംഗം എത്തി. ആലോചിക്കുക, നമ്മള് നോർത്ത് ഇന്ത്യയിൽ ഈ സാധനം നടക്കുമ്പോ നമ്മൾ ഇവിടെ നിന്ന് പറയുന്നുണ്ട് ഇനിയിപ്പൊ എല്ലായിടത്തും ശിവലിംഗം ആയിരിക്കും. നമ്മൾ ട്രോളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ഭയങ്കര പരിപാടിയൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ അവസാനം പള്ളിന്ന് കിട്ടി. അതെങ്ങനെയുണ്ട് പരിപാടി? എടുത്താ വരെ കിട്ടുന്നുണ്ട് സാധനം അല്ലേ? ക്രിസംഗികൾക്കിട്ട് നല്ല കീച്ച. പാവങ്ങള് കുറെ പെട്ടർ ഇമാര് വിചാരിക്കും ഇതിപ്പോ കണക്ഷൻ പിടിക്കുന്ന കാണുന്നത്. ഈ കഥയ്ക്കകത്തോട് സാധനം കയറണ്ടേ? ക്രിസ്ത്യൻ പള്ളിയുടെ പറമ്പിൽ കപ്പയ്ക്ക് ശിവലിംഗം കിട്ടി. അതായത് ആ പള്ളിക്ക് ഇപ്പൊ കപ്പയ്ക്ക് കുഴി എടുത്തോണ്ട് കണ്ടു. നേരത്തെ ആ ഒരു കുഴി എടുത്തോ അത് വലിയൊരു സാധനം കിടക്കുക. അവിടെ വേറൊന്നും അവർ ഇത്രയും കൊല്ലമായിട്ട് ചെയ്തിട്ടേ ഇല്ല. ഈ പള്ളി എന്നാ പണിതത്? ഇതുവരെ ഒന്നും ചെയ്യാതെ ഇപ്പൊ എനിക്കൊന്ന് വരുമാനം കുറഞ്ഞപ്പോ കപ്പ കൃഷി തുടങ്ങിയായിരിക്കും. അപ്പൊ ശിവലിംഗം കിട്ടി. ഇനിയിപ്പോ പൊലിക്കും. ഇനിയിപ്പോ റവന്യൂ ആയല്ലോ. ഒരു കൂട്ടരല്ല പല കൂട്ടർ അത് വരും. ആ പള്ളിക്കാരോടും നമുക്കൊരു ബന്ധം വേണം. കാരണം പള്ളിക്കാരത് ഇത്ര നാൾ പള്ളിക്കാരുടെ പള്ളി പ്രൊട്ടക്ട് ചെയ്ത സ്ഥലമാണ്. അവിടെ എന്തുകൊണ്ട് അവിടെ ഒരു ലുലുമോള് വന്നില്ല? ലുലുമോളിന്റെ അടിയിൽ വരെ ശിവലിംഗം കണ്ടെത്തും. താ കണ്ടോ? ലുലുമോളിന്റെ അടിയിൽ നിന്ന് കിട്ടും. വല്ല പഴയ സർവേക്കല്ലോ അത് കിട്ടും പോകും. അലക്കുമല്ലോ. എവിടെ കാണാൻ പറ്റാത്ത ഇതേപോലെ ഇതിപ്പോ ഒരു കല്ല് കണ്ടാൽ മതിയല്ലോ ശിവലിംഗം എന്ന് പറയാലോ. ഷേപ്പ് കിട്ടിയാൽ മതിയല്ലോ. അപ്പൊ കണ്ടു കഴിഞ്ഞാൽ ശിവലിംഗമാണെന്ന് പറയാം. ചന്ദ്രനിലും ഓരോ ശിവലിംഗം കിട്ടും. എവിടെ വേണം, യൂണിവേഴ്സിൽ എവിടെ വേണമെങ്കിലും കിട്ടും. ഈ മുറിക്കകത്തൊന്നും കിട്ടും. നാടിരിക്കുന്നു ശിവലിംഗം. കണ്ടില്ലേ? അയ്യോ ശരിക്കും ശിവലിംഗം പോലെ. അവിടെ താഴെ സാധനം ഞാൻ പറഞ്ഞത് അത് നോക്കി. ഒരു ഡിയോഡ്രന്റ് സാധനം ഇരിക്കുന്നത് കണ്ടു. ശിവലിംഗം അത് ശിവലിംഗം. ഇങ്ങനെ ഒന്ന് എടുക്കാവോ? ഇവിടെ താരം സൂക്ഷിച്ചെടുക്കണേ. ശിവലിംഗം സൂക്ഷിച്ചിങ്ങ എടുത്തോ. യൂടും ഞാൻ ഇപ്പോഴാണ് ഇത് കണ്ടത്, ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. കണ്ടോ? ഇത് നിന്റെ അല്ലേ? അല്ലല്ലേ, എൻ്റെ തന്നെയാ. കണ്ടോ? ശിവലിംഗം തന്നെ. സാൻഡലിന്റെ സ്മെല്ലായിരിക്കും ഇതിന്. അയ്യോ അല്ല, ഇത് സാൻഡല്. സാൻഡലിന്റെ സ്മെല്ലില്ലെങ്കിലും സാൻഡലിന്റെ ഇതാണ്. അതെ അതെ അതെ. ഫോർ മെൻ മാത്രം കേട്ടോ. പിന്നെ ലിംഗം പിന്നെ മെന്നല്ലാതെ പിന്നെ നോ അലൂമിനിയം സോൾട്ട്സ്.
അത് 0% ആൽക്കഹോൾ, അത് ഉറപ്പല്ലേ? എന്തോ പറയാം, ഇതൊക്കെ എന്നെ പറയാ. പക്ഷെ ഇതിനകത്ത് അറബിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഇത് അറബിയുടെ വല്ല അറബി ശിവന്റെ ലിംഗമാണെന്ന് തോന്നുന്നു. മെയ്ഡ് ഇൻ ജർമ്മനി. അൽ ലിങ്ക് ഫ്രം ജർമ്മനി. ഇത് അല്ലിങ്ക് ആണ്. അൽ ശിവലിങ്ക്. കൊള്ളാടോ, നന്നായിട്ടുണ്ട്. ഇവിടെ താഴത്തില്ലെന്നാണോ? അയ്യോ, ഇത് കുറെ ആയിടോ. അതൊക്കെ അങ്ങനെ ആവും, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമുക്ക് തന്നെ ശിവലിംഗം അല്ലേ കളിയാ, ലിംഗത്തിൽ നിന്ന് വരുന്നതല്ലേ, എന്ത് പേടിക്കാൻ. ശരി, അത് ഇവിടെ ആയിട്ടുണ്ട്. ശിവലിംഗത്തിൽ എന്തോ വന്നിട്ടുണ്ട് പുറത്ത്, വൈറ്റ് കളറിൽ. കറക്റ്റ്. അയ്യോ, നോക്കി കയ്യിലൊക്കെ ആയോ? കയ്യിലായി. അവിടെ ഗുഡ്. എന്തൊരു വൈറ്റ് കളർ ലോഷനാ അതിനകത്തുള്ളത്. അതിങ്ങനെ നമ്മൾ റോൾ ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ പറ്റും മണത്തെ. എന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. ഭയങ്കര മണമാ ഉണ്ടോ? പക്ഷെ അത് നല്ല മണമല്ലത്. ഈ മണം മതി. എടാ നമുക്കൊരു മണം എന്നുള്ള രീതിയിലാണെങ്കിൽ അത് ഒരു ഫ്രഷ്നെസ് എന്ന് പറയുന്ന ഒരു മണമുണ്ട്. അങ്ങനെ ഒരു മണമുണ്ട്, ഫ്രഷ് ഫീൽ വരുന്ന മണം. പിന്നെ പുകയൊക്കെ അടിച്ച് കഴിഞ്ഞാൽ മണം വന്നു കഴിഞ്ഞാൽ ഫ്രഷ്നെസ് അല്ല ഉണ്ടാകും. പുകയുടെ മണം ഒരു സുഖമില്ല. തലമണോ? ഇപ്പൊ സിഗരറ്റിന്റെ മണത്തിലുള്ള സ്പ്രേ വന്നില്ല കഴിഞ്ഞ ദിവസം. വലിച്ച് സിഗരറ്റ് വെച്ചിട്ട് വണ്ടിയൊക്കെ കയറി പോലെ തോന്നുന്നു. പക്ഷെ അത് സ്പ്രേയാ. എന്ത് കാര്യത്തിന്? എന്നാ പിന്നെ കക്കൂസി പോയിട്ട് പോലെ തോന്നുന്നതിന് വേറെ ഒരു തീട്ടത്തിന്റെ മണമുള്ള സ്പ്രേ ഉണ്ടാക്കി എങ്ങനെ ഇരിക്കും? തീട്ട സ്പ്രേ. തീട്ടത്തിന്റെ സ്പ്രേ ഉണ്ടാക്കുവാണെങ്കിൽ നല്ല രസമായിരിക്കും. എവിടെ അടിച്ച് പറപ്പിക്കുക ആൾക്കാരെ. തീട്ടം വേണമെന്നില്ല, മറ്റേ റൂം ഫ്രഷർ പോലെ ഇരിക്കണം അല്ലേ? തീട്ടം വേണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ വളിയുടെ മണം, വൃത്തിയുടെ തീട്ടത്തിന് വേണം. രണ്ടും വേണം അല്ലേ? രണ്ടും വേണം. ഓക്കെ. പിന്നെ സർദിലിന്റെ മണം. പെപ്പർ സ്പ്രേ പോലെ ഒന്നും വേണ്ട. ചുമ്മാ ഇങ്ങനെ നമുക്ക് രസം, വെറുതെ ഇരിക്കുമ്പോൾ ഒരു വളി വിട്ട പോലെ തോന്നിക്കണം എന്ന് തോന്നിയോണ്ട് വണ്ടിക്കകത്തൊക്കെ ഉടനെ ഇങ്ങനെ ആ സാധനം വരും. അപ്പൊ ഇവിടേക്ക് തിരിച്ചു വരണം. മറ്റേ ലിംഗത്തെ നമ്മൾ അങ്ങോട്ട് പോയതല്ലേ? ലിംഗത്തിന്റെ അവിടെ നിന്ന് ഇങ്ങനെ പുറകോട്ട് പോയി. നമ്മള് വിഷയത്തിൽ നിന്നും ഒരുപാട് മാറി പോകുന്നു അല്ലേ? പലപ്പോഴും പല സൈഡിലേക്കും വ്യതിചരിച്ചു പോയിക്കൊണ്ടിരിക്കുകയായിരുന്ന അവസരത്തിൽ ഇനി അങ്ങനെ അപ്പൊ നമുക്കൊരു ബന്ധമായി, ആ പള്ളിയുമായി നമുക്കൊരു ബന്ധമായി. ഇനി പള്ളി ആരുമായിട്ടാണ് ബന്ധമായത്? അതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇവിടെ കുറേ സാധനങ്ങൾ. ഇപ്പോൾ ഇവിടുന്ന് ശിവലിംഗം കണ്ടെത്തുമ്പോൾ അപ്പുറത്തുനിന്ന് വഖഫ് ഭൂമി കണ്ടെത്തുന്നു. ഇവിടെ മറ്റവർ മാത്രമാണ് വെറുതെ വായും പൊളിച്ചേക്കണത്, ഓട്ടന്മാർ. ശരിയമ്മാണ് ആളെന്ന് പറഞ്ഞിരിക്കുകയാണ്. മനസ്സിലാവണ്ടോ? ഓരോരുത്തരും ഓരോ സൈഡിൽ നിന്ന് പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട്. മറ്റവർ പോയിട്ട് ഇവിടുന്ന് മറ്റേത് എടുത്തല്ലോ, ഏതാ ബാബറി മസ്ജിദ് എടുത്തിട്ട് മറ്റേ സാധനം ബാർബേറിയെന്ന് വല്ലതും ആണെന്നോ മലയാളത്തിൽ അല്ലെങ്കിൽ ഹിന്ദി വൽക്കരിച്ച് വന്നപ്പോ ബാബറി ആയതായിരിക്കും. അന്തകാലമല്ലേ ബാർബേറിയൻസ് വിളിച്ചു കാണും. ഇതാണല്ലേ പുള്ളി അപ്പൊ തന്നെ ബാബർ ഷാ ഖാൻ എന്നൊക്കെ പറഞ്ഞാണ്. ഇവിടെയൊക്കെ വേറെ വല്ല സൽമാനോ അല്ല വേറെ വല്ലൊക്കെ ആയിരിക്കും പേര്, എന്തെങ്കിലും ഖുറേഷിയൊക്കെ ആയിരിക്കും. മനസ്സിലാവുണ്ടോ? എന്നിട്ട് പുള്ളി നേരെ അപ്പൊ തന്നെ എന്നാ പിന്നെ നല്ല പേരല്ലേ ബാബർ. വെള്ളക്കാര് പറഞ്ഞ പേര് നമുക്ക് എടുത്തേക്കാം. അങ്ങനെയും വിചാരിച്ച് കാണും. എന്തൊക്കെയാ ഇവന്മാരുടെ പ്രശ്നം? എന്തോ ഇവിടെ കിടന്നുകൊണ്ട് കുറെ പേര് അതിന്റെ പേര് ഇതിന്റെ പേരിൽ അടി. ശരിക്കും പറഞ്ഞാൽ അല്ലേ കഷ്ടമുണ്ടല്ലേ? ഭയങ്കര ഗതികെട്ട ഒരു പ്രത്യേക തരം. നമുക്ക് വേണ്ടത് ശരിക്കും ഈ പറഞ്ഞ പോലെ പള്ളിയിലും അല്ലാതെ പല സ്ഥലത്തും ഈ ലിംഗം കണ്ടെത്തുക എന്നുള്ളതാണ്. ആ ഒരു സ്നേഹം
അങ്ങനെ അവിടെ തന്നെ ഒരു ലിംഗം കണ്ടെത്തുന്നു, അങ്ങനെ ആ പള്ളിയുമായി ഒരു ബന്ധം വരുന്നു, അങ്ങനെ ഒരു മതസൗഹാർദ്ദം ഉണ്ടാക്കിയെടുക്കുക. തൊട്ടടുത്ത് തന്നെ അവിടെ തന്നെ ഒരു അമ്പലം ഉണ്ടാക്കുക. അതിൽ ഈ പള്ളിയിലേക്ക് വരുന്നവർ ആ അമ്പലം വഴി കടന്നു പോയിട്ട് അങ്ങനെ അങ്ങോട്ട് പോവാ. കുറച്ചാൾ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടി ഉണ്ടാക്കാം. പിന്നെ ഈ വഴി തർക്കം ഉണ്ടാക്കാം നമുക്ക്. മനസ്സിലുണ്ടോ? പള്ളിക്കട വന്നിട്ട് അമ്പലത്തിക്കട ഇറങ്ങി പോകണമെന്ന് പറഞ്ഞിട്ടെ ഒരു സംഘർഷം, അതൊരു സംഘർഷം ഉണ്ടാക്കാൻ പറ്റും. പിന്നീട് ഒരിക്കലും മറ്റേ ആണുങ്ങൾ വരാൻ പാടില്ല പെണ്ണുങ്ങൾ വരാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോഴും പള്ളി അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്, വേറെ പ്രശ്നങ്ങളും പല പല സാധനങ്ങളുണ്ട്. ഇനി വേറെ ലിംഗമാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അമ്പലത്തില് ഈ കേറാൻ പറ്റാത്ത ആൾക്കാര് അവര് പള്ളി വന്ന് കയറുന്നു. അങ്ങനെ അത് പ്രശ്നമായിട്ടോ. ഇതിനകത്ത് വേറെ വിഷയമുണ്ട്. എന്നറിയോ, ഇപ്പൊ ലിംഗം കാണിച്ച് ലിംഗം കാണിക്കുമ്പോ ശരിക്കും പറഞ്ഞാൽ ഇതുവരെ വരാത്ത ആൾക്കാരാണ് ഇനി വരാൻ പോകുന്നത്. ആ പ്രദേശത്തോട്ടാ വരുന്നതെന്ന് ഓർക്കും. ഞാൻ പറഞ്ഞ ഇവിടുന്ന് ലിംഗം കാണിക്കുമ്പോ ഇപ്പുറത്തുനിന്ന് മാതാവിന്റെ ഒരു വിഗ്രഹം അങ്ങോട്ട് കാണിക്കണം. അതാ എന്റെ ഒരു അഭിപ്രായം. അത് കൊള്ളാം. അതല്ല ഞാൻ പറയുന്ന കാര്യം. അപ്പൊ ഒരു മതമൈത്രി വരും. ഇതിനകത്ത് വിഷയം എന്നാ ഞാൻ പറഞ്ഞുതരാം. സീരിയസ് ആയിട്ട്. അതായത് ഇപ്പൊ ഇതുവരെ അവിടെ വന്നുകൊണ്ട് ആ പ്രദേശത്ത് ആ വലിയൊരു ബിൽഡിംഗ് ഉള്ള സ്ഥലത്തോട്ട് വന്നുകൊണ്ടിരുന്നത്, ആ ബിൽഡിങ്ങിൽ വന്നുകൊണ്ടിരുന്ന ആൾക്കാരും അതേ വിശ്വാസികളും ഒക്കെയാണ്. പക്ഷേ കപ്പ കുഴിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ കപ്പയ്ക്ക് ചെറുതായിട്ടൊന്ന് മണ്ണ് മാന്തിയപ്പോഴേ ഇതുവരെ അവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്നിരിക്കാൻ ആദ്യമായിട്ടായിരിക്കും പറമ്പ് യൂസ് ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഇതിന് മുമ്പൊന്നും മാന്തിയപ്പോൾ എന്താ ഇത് കാണാൻ, ഇത്രയും വലുത് കാണാൻ, ചിലപ്പോൾ ഇപ്പോൾ വന്ന് വീണതായിരിക്കും, ഇടയ്ക്ക് വന്ന് കുഴിച്ചിട്ടതായിരിക്കും, ഇടയ്ക്ക് കയറി വന്നതായിരിക്കും, അതൊക്കെ വേണം, അങ്ങനെയൊക്കെ എങ്ങനെ വേണേൽ വിചാരിക്കാം. അതുകൊണ്ട് അതിന്റെ എന്നുണ്ടായി എപ്പോ ഉണ്ടായെന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കണ്ട. അല്ല, അത് ചിലപ്പോ ഈ മറ്റേ ഈ എന്താ അതിന് പറയണ പ്ലേറ്റോണിക് മറ്റേ ഇതോ എന്തോ സാധനം, ആ സാധനം ഇങ്ങനെ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ ഇത് ചിലപ്പോ മറ്റേ ഇത് പൊന്തി പോകുന്ന അടിയിലായിരിക്കും. ചിലപ്പോ 5000 വർഷം മുമ്പ് വീണ് അവിടെ കിടന്നായിരിക്കും, പൊങ്ങി വന്നായിരിക്കും. ഇത് പൊട്ടി പുറത്ത് വന്നത്. ഇത് കുറച്ചുകൂടി കഴിഞ്ഞെങ്കിൽ ഇത് വെളിയിലോട്ട് വന്നാലേ. അപ്പോഴാണ് ഇവര് മാന്തിയത്, അപ്പോഴത് കിട്ടിയത്. മനസ്സിലായോ? വെളി വരുന്നതിന് മുമ്പ് മാന്തി. ഹര ഹര മഹാദേവ്. അപ്പൊ ഇതാണ് വിഷയം. ബിസിനസ്സിലേക്ക് കിടക്കുമ്പോൾ ഇപ്പൊ ഇനി ഇവിടെ ഇത് കാണാനായിട്ട് കുറെ പേരെ ബിൽഡിംഗ് ഉള്ള സ്ഥലത്തൂടെ വരും. ആ ബിൽഡിങ്ങിൽ ഇരിക്കുന്ന സംഭവം എന്താന്നൊക്കെ നോക്കുക അവര്. ഇവിടെ ചുമ്മാ ഇങ്ങനെ ഒരു സംഭവം നടക്കും, അപ്പുറത്ത് ഭയങ്കര പരിപാടി അവതരിപ്പിക്കും. അങ്ങനെ കുറെ പേരെ അവിടോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യത ഉണ്ട്. അവിടെ കുറച്ച് പരിപാടി ഇവർക്ക് അവതരിപ്പിക്കാൻ അറിയാം. ഏത് പല സാധനങ്ങളും ഉണ്ട് കയ്യിൽ. ഇതൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് കാണിക്കാൻ തുടങ്ങും. അപ്പുറത്ത് പരിപാടിയുണ്ട്, ഇതൊന്ന് എങ്ങനെയുണ്ട്, സുഖമല്ലേ? ഓ ഇല്ല, ഇവിടെ എല്ലാവർക്കും സുഖമോ, വേണം സൂചിപ്പിച്ചു തരാമെന്നും പറയും. അവർക്ക് സുഖമോ എന്നാ പിന്നൊന്ന് പോയി നിത്യശാന്തിയിലേക്ക് ആദ്യമായിട്ടല്ലേ കേൾക്കുന്നത്? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? നിത്യമായൊരു ശാന്തി. അങ്ങനെ ഒരു ശാന്തി ഉണ്ടെന്നുള്ളത് ഇവിടെ പലർക്കും അറിയത്തില്ല. ഇവിടെ ഇവര് പഠിച്ചിട്ടുള്ളത് ഈ മോക്ഷം എന്നൊക്കെയുള്ള സാധനം. മോക്ഷം അതും എത്ര തവണ ജനിച്ചു കഴിഞ്ഞിട്ട്, കഴിഞ്ഞ ജന്മത്തിൽ പുഴുവായിട്ട്, ഈ ജന്മത്തിൽ മനുഷ്യനായിട്ട്, അടുത്ത ജന്മത്തിൽ പട്ടിയായിട്ടൊക്കെ ജനിച്ചിട്ട് കുറെ പണിയെടുക്കും. ഇവിടെ അതല്ല, സ്ട്രേറ്റ് ടു ദ പോയിന്റ് ആണ്, നേരെ പോവാണ്. ഇതിനകത്തോട്ട് ശാന്തി, നിത്യശാന്തി, തൊടൽ, സ്പർശിക്കുകയാണ്, രക്തം കുടിക്കൽ, മാംസം തിന്നൽ. ഇതെന്റെ രക്തമാകുന്നു, ഇതെന്റെ മാംസമാകുന്നു, ഇതെല്ലാം ഞായറാഴ്ച രാവിലെ 9:00-ക്കും 11:00-ക്കും ഇടയിൽ കൊടുക്കപ്പെടുന്നതാണ്. മേടിച്ച് തിന്നോണോ, പാട്ടും പാടും. അപ്പോൾ എല്ലാവരും ഇത് കൊള്ളാമല്ലോ പരിപാടി, നല്ല അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അത് കാരണം അങ്ങോട്ട് ഈ കൂട്ട് 2 അപകടകാരികളായ ആൾക്കാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കയറിയല്ലേ പിടിക്കാൻ വരത്തുള്ളൂ. അതെ, അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ പരിപാടി. ഇത് കുഴപ്പമൊന്നുമില്ല, നടക്കട്ടെ എന്ന് ഞാൻ പറയണേ. വേറെ തരത്തിൽ പരിപാടി നിങ്ങൾ തമ്മിൽ തല്ലി ചാവട്ടെന്ന് എന്ത് ചെയ്യാനാ? ഇതിനകത്തിപ്പോ എന്നാൽ ഈ ലിംഗം ഇങ്ങനെ പലയിടത്തും എല്ലായിടത്തും നമ്മളൊന്നും പറമ്പിൽ കപ്പയ്ക്ക് കുഴിക്കാൻ പോലും പറ്റത്തില്ലോ. ലിംഗം വല്ലതും കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മുണ്ട് നല്ല കേറ്റി കുത്തിയിട്ട് കളച്ചാ കാണുമായിരിക്കും അല്ലേ, ഷഡ്ഡി ഇടാതെ. കുഴിയെടുത്താൽ ലിംഗം കാണാൻ പറ്റും. നമ്മുടെയൊക്കെ പറമ്പിലാണ്, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. വേണേ കാണിക്കാം, വലിയ കാര്യമൊന്നും. കപ്പയ്ക്ക് കുഴിയെടുത്തപ്പോൾ ലിംഗം കണ്ടു കാണിച്ചു കൊടുക്കാം, ഒരു ഫോട്ടോ ആയിരിക്കും അല്ലേ? ഫോട്ടോ അതുപോലത്തെ ആൾക്കാർ പണ്ട് പണിയെടുക്കുന്നുണ്ട്. പണ്ടത്തെ ഷഡ്ഡിയൊന്നും എടുത്തില്ല ആൾക്കാർ, എല്ലായിടത്തും ലിംഗമാണ്. ഫുള്ള് മുണ്ടങ്ങ് മടക്കി കുത്തി ഒന്ന് കുഴിയെടുക്കുകയാണ് അണ്ണന്മാര്. അത് വേറെ ലിംഗം, ഇത് വേറെ ലിംഗം, ഇത് വേറെ സാധനം, മറ്റേതല്ല ഇത്, ഇതല്ല അത്. ഭയങ്കര ഡിബേറ്റ് ആണ് ഇവിടെ നടന്നത്.
ഡിബേറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര പരിപാടി വന്നോണ്ടിരിക്കും. ഞാൻ ചുമ്മാ വിക്കിപീഡിയ കയറി നോക്കി, അപ്പൊ അതിനകത്ത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടിരിക്കുന്നുണ്ട് ശിവന്റെ ലിംഗ ഇസ് റെസ്റ്റിംഗ് ഓൺ പാർവതീഷ് യോനി, അങ്ങനെയൊക്കെ പറഞ്ഞാണ് ഇത് വെച്ചേക്കുന്നത്. അത് ലിംഗം തന്നെയാണെന്നാ പറയുന്നത്. യോനിയും ലിംഗവും അതിനെ പൂജിക്കുന്നു. അതിനിപ്പോ ശിവന്റെ ലിംഗം പാർവതിയുടെ യോനിമേൽ ഇരിക്കുന്നതിനെയാണ് ശിവലിംഗം എന്ന് പറയുന്നത്. അതിന്റെ രൂപം അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞിട്ട് വൻ സംഭവം. മാഗ്നറ്റിക് ഫീൽഡ് അതൊന്നും ഇല്ല, ഇല്ലാത്ത സാധനം ഭയങ്കര സംഭവമാണല്ലോ. ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നിടത്തുനിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ കിടന്നോണ്ട് പിന്നെ ഇവന്മാര് ചർച്ച ചെയ്യാനൊക്കെ ഇടുക. കുറെ പേര് കണ്ടു കഴിഞ്ഞാൽ അതല്ല ഇത് വേറെയാണെന്ന് പറയുക. ഇതിപ്പോ ഏതാണ് നമുക്ക് എന്തോ അതല്ലേ ഇവിടുത്തെ പ്രശ്നം. രണ്ട് എന്ത് വേണേ ആയിക്കോ, വിഷയമൊന്നുമില്ല. അത് തപ്പാനായിട്ട് ഞാൻ ചുമ്മാ കയറി നോക്കിയത് എന്തോ ഇതുമാരി കിടന്ന് വർത്താനം പറയുകയല്ലേ. നോക്കിയപ്പോ ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്പൊ അതിനിപ്പോ എന്തുവാ, ആണേലും ഇതാണേലും എന്തുവാ അല്ലേ, എന്താണെങ്കിൽ എന്താണ് എന്തോ ഇതിനകത്ത് ഇത്ര വലിയ സംഭവം ആക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ചിലപ്പോ ഡിയോഡ്രന്റ് ഒക്കെ കിട്ടിയെന്നിരിക്കും. ഇവർ ഈ കുഴിക്കുമ്പോ അത് ഈ മുമ്പും പറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഹിസ്റ്ററി പുറകോട്ടുള്ള പരിപാടി ഒരു പ്രത്യേക സ്ഥലം വരെ നോക്കുള്ളൂ, അത് കഴിഞ്ഞുള്ള സാധനം ഇല്ല. ഒരു സ്ഥലം വരെ എത്തി അവിടെയാണ് നിർത്തും. അവർക്ക് വേണ്ട സ്ഥലത്താണ് എവിടെയോ കൊണ്ട് നിർത്തിയിട്ട് അവിടെ വരെ പോവാന്നാ പറയുന്നത്. അതിനപ്പുറത്തോട്ട് ഭയങ്കര സിനിമയും പാട്ടും കഥയൊന്നും ഇല്ല. അതിന്റെ പുറകിലോട്ട് കഥ കുറവാണ്. പക്ഷെ അന്ന് പഴയ കഥ ശരി, അവിടെ വരെയൊക്കെ കഥ തുടങ്ങുന്നത്. അതിന് മുമ്പ് കഥയില്ലാത്ത മനുഷ്യനാണ്. അങ്ങോട്ട് പോകാൻ വയ്യ. നല്ല കഥയല്ലേ. മനുഷ്യരിങ്ങനെ ട്രാവൽ ചെയ്ത് വന്ന കൂട്ടത്തിലേ ആഫ്രിക്കയിൽ എത്തണമല്ലോ അവസാനം. പുറകോട്ട് പോവുകയാണെങ്കിൽ അവിടെ എത്തേണ്ട വരും. അവിടെ ചെന്ന് കോണ്ടിനെന്റ് ഒക്കെ കടന്ന് അവിടെ എത്തേണ്ട വരും പരിപാടി വിരിച്ച് നമ്മൾ പുറകോട്ട് പോവുകയാണെങ്കിൽ. അപ്പൊ അതുകൊണ്ട് ഇവർ ഇവിടെ തന്നെ നിന്നിട്ട് ഇവിടെ ഉള്ള പരിപാടി ഞങ്ങൾ ഇവിടെ ആദ്യം വന്നവരാന്നൊക്കെ ഉള്ള പോലത്തെ പരിപാടി പഠിക്കണം. ഞാൻ ആദ്യം കണ്ടെന്നൊക്കെ പറയുന്ന പോലെ. ശരി, ഞാൻ ആദ്യം വന്നതെന്ന് എനിക്കിങ്ങനെ നന്നേക്കെ. അത് കഴിഞ്ഞ് വന്നവരുടെ പരിപാടിയൊക്കെ മാറ്റിയേക്കാനാ പറയണത്. കാരണം ഇവിടെ ഞങ്ങൾ ആദ്യമേ ഉണ്ടായിരുന്നു എന്നാ പറയണേ. പലരും ആദ്യവും രണ്ടാമതും മൂന്നാമതൊക്കെ വന്നവരാ. പിന്നെ അത് വേറൊരു കോമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാമത് വന്നവർന്നും നാലാമത് വന്നവരെന്നും പറയുന്നവരൊന്നും ഇവിടെ ഇല്ല സത്യത്തിൽ. ഈ ഇതിനകത്തുള്ളത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു നിൽക്കുന്നത് ഈ കാണുന്നത്. അങ്ങനെ സംഭവമില്ല. ഇവിടുന്ന് വേറെ എവിടുന്നും അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഇവിടെ വന്നിട്ടൊന്നുമില്ല. ഈ വന്നതൊക്കെ തന്നെയാണത്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്രോസ് ചെയ്തൊക്കെ പോയിട്ടുണ്ട്, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അതിന് മസ്റ്റ് പിടിക്കുന്ന ഉടനെ ഇത് മറ്റേതാണ്, ഇത് വേറെ, ഇത് വേറെ ലിംഗം. ഇപ്പുറത്ത് പറഞ്ഞതിനെ കൊന്നു കുരിശാ കയറ്റി ചോരയെ ഒലിച്ച് ഒരു കാണാൻ കൊള്ളാവുന്ന ഒരു ഇമേജ് ആണോ അത്. ഭയങ്കര ടോർച്ചറാണ്. ഈ മാർക്കൊക്കെ ആയതുകൊണ്ട് ഭയങ്കര സംഭവമാണ്. ഇവിടെ പിള്ളേർ പോക്ക് ഭയങ്കര ഇപ്പൊ പാഷൻ ഓഫ് ദ റൈസ് പോയി കാണാം. എത്ര കൊല്ലം മുമ്പ് ഇറങ്ങിയ തിയേറ്ററിൽ നിന്നാണ്ട് മരിച്ചെന്നൊക്കെ പറഞ്ഞത്. തിയേറ്ററിൽ നിന്ന് ആൾക്കാർ അതാണ് ഭയങ്കര വയലൻസ് മാറി ഇത് കണ്ടിട്ട് കുറെ പേര് പേടിച്ച് മതമൊക്കെ മാറിക്കളഞ്ഞു. അയ്യോ, എന്നിട്ട് വയലൻസ് ഭയങ്കരമാണ് മാർക്കോയ്ക്കകത്ത്. പാഷൻ ഓഫ് ദ റൈസ് അടിപൊളിയാ. പിള്ളേരൊക്കെ കൊച്ചു പിള്ളേരെയൊക്കെ ശബ്ദവും തിയേറ്ററിലിട്ടതിന് ശേഷം ഈ ചെറിയ പിള്ളേരെയൊക്കെ കൊച്ചു പിള്ളേരെയൊക്കെ ഈ 5 വയസ്സും 6 വയസ്സൊക്കെ ഉള്ള പിള്ളേരെയൊക്കെ കൊണ്ടുപോയി ഇയാളിങ്ങനെ ചോരയെ ഒലിച്ച് ഇങ്ങനെ കിടക്കുന്ന ഒരു സ്റ്റാച്ചു ഇമേജ് ഒക്കെ കാണിക്കാന്ന് പറയുന്നത് കൊള്ളാവുന്ന ഒരു പരിപാടിയാണോ അത്? ചെയ്യാൻ യൂട്യൂബിൽ മൈരെന്നൊക്കെ പറയുമ്പോ പ്രശ്നമാകുന്നുണ്ട് ഇവിടെ. താൻ ശ്രദ്ധിക്കണം. അപ്പൊ അതുപോലെയാണ് പള്ളി കൊണ്ടുപോകുന്നത് പിള്ളേർ. അതുപോലെ തന്നെ പലതരത്തിലുള്ള രൂപങ്ങളൊക്കെ ഉള്ള അമ്പലങ്ങള്, പേടിപ്പിക്കുന്ന രൂപങ്ങള്, ഭയങ്കര നാക്ക് നീട്ടിയിരിക്കുന്ന ആളെ കൈ പിടിച്ചേക്കുന്ന തലയൊക്കെ വെട്ടി കൈ പിടിച്ചേക്കുന്ന ഇമേജിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവരുത്തി പ്രാർത്ഥിക്കാൻ പറയുക. അടിപൊളിയായിട്ടുണ്ട്. ഫുൾ അലമ്പ് കഥയാന്നേ. ഇതിനാണ് ഇവിടെ ഒട്ടിച്ചതിനകത്ത് ഞാൻ നോക്കിയപ്പോൾ എല്ലാത്തിനകത്ത് മുടിഞ്ഞ വയലൻസ്. ഇന്ത്യൻ മിത്ത് എന്നൊക്കെ പറയുന്നതിനകത്ത് തല വെട്ടി കളഞ്ഞുകൊണ്ടിരിക്കുക. ഓരോ അവതാരം വന്നിട്ട് ഓരോരുത്തരെയും കൊല്ലുക. അത് ബാറ്റ്മാനെയൊക്കെ അവിടെയൊക്കെ ഉണ്ടല്ലോ ടോർച്ചർ ചെയ്യുന്ന കാണണം. കൊച്ചു കാർട്ടൂൺ പുസ്തകങ്ങളാണ്. ഇവിടെ ഇപ്പൊ മാർക്കോ ഭയങ്കര വയലൻസ് ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ കണ്ടവർക്ക് ഇത് മനസ്സിലായില്ലെന്ന് എനിക്കൊരു സംശയമുണ്ട്. അവരൊന്നും കണ്ടു കാണത്തില്ല. പക്ഷെ ഈ ഇന്ത്യൻ മിത്തിനകത്ത് ഞാൻ നോക്കിയപ്പോൾ ഒട്ടിച്ചേക്കുന്ന കുറെ പേപ്പർ എടുത്ത് നോക്കി വെറുതെ. ഒയ്യോ, എന്തോരമാണെന്നറിയോ, എന്നാ വയലൻസ് ആണെന്നറിയോ. ഇതൊക്കെ ഭയങ്കര കൊച്ചു പിള്ളേരെ പഠിപ്പിക്കുന്ന കഥകളാ. എന്നിട്ട് അവര് പറയുന്നത് സിനിമയ്ക്കകത്ത് വയലൻസ്, മറ്റിടത്ത് നമ്മൾ വയലെന്ന് പറഞ്ഞപ്പോഴാണ് ഇവിടുത്തെ തലമുറ നശിക്കുന്നത്. പിന്നെ എന്നെപ്പോൾ ഞാൻ പറയുന്നത് കേട്ട ഭയങ്കര പ്രശ്നമുള്ള എന്തോ സംഭവമാണ്. വയലൻസ് ആണ്, പിള്ളേർ വഴിതെറ്റാൻ സാധ്യതയാണെന്ന് ആരായി പറയുന്നേ? എന്നിട്ട് അവന്മാരെല്ലാം പോകുന്നത് ഇങ്ങോട്ടാണ്.
അവർക്കിത് അതാ പ്രശ്നം അവർക്ക് അത് മനസ്സിലാവത്തില്ലടോ. ഇത് കണ്ടാൽ മനസ്സിലാകത്തൊന്നുമില്ല. ഇവന്മാർക്കെല്ലാം ഭയങ്കര ഹീറോയ്ക്കായിട്ടൊക്കെയാ തോന്നുന്നത്. പക്ഷെ ഇത് ഒരു കൊച്ചു ആദ്യം കാണുന്ന സീൻ ആലോചിക്കുന്നില്ല. പഠിപ്പിക്കുന്നത് ഹീറോയ്ക്കായിട്ട് തന്നെ ദൈവികമായിട്ട് വെച്ചേക്കും അല്ല ഈ അക്രമവാസനയൊക്കെ. അയ്യേ ടോക്സിക് മാസ്കുലിനിറ്റി ആരാധിക്കുന്ന ആൾക്കാർ അങ്ങനെ പറഞ്ഞാൽ മതി. മാസ്കുലിനിറ്റി പ്രശ്നമൊന്നുമില്ല, ടോക്സിക് സാധനങ്ങൾ. മാസ്കുലിനിറ്റി മാത്രമല്ല വയലൻസിനെ ഇഷ്ടപ്പെടുന്നത്. ഇത് വേറൊരു എക്സ്ട്രീമാണ്. തനിക്ക് വേറെ സാധനം മനസ്സിലായി. ഇത് വേറൊരു എക്സ്ട്രീമാണ്. മറ്റേത് അന്ന് പീഡനങ്ങൾ സഹിക്കുന്ന അത് വേറൊരു സാധനം. അന്ന് സഹിക്ക പുള്ളി നല്ല കൊമ കിട്ടുമ്പോഴേ ഇയാളങ്ങ് എന്ന് പറഞ്ഞു. ഇതുണ്ട് ഈ ബുക്കിനകത്ത് വെറുതെ ഒരു പേജ് എടുത്താൽ കണ്ടോ, കുത്ത് വെട്ട് നെഞ്ചിനാ കുത്തുന്നത്, കഴുത്തിന് കുത്തുന്നു, ചോര വായിക്കൊള്ളിക്കുന്നു, നെഞ്ചത്ത് കുത്തുന്നു. എന്തുവാ അല്ല ഈ പരിപാടി മൊത്തം കണ്ടോ, വാളും കുന്തുമായ പരിപാടിയും കണ്ടോ. വാറാണ് നടക്കുന്നത്. ചോര തുപ്പുക, വായിക്കാത്ത അമ്പ് കയറ്റിയോ. കണ്ടോ ഇതാണ് സീൻ. ഇതെന്ന് വെച്ചാൽ നമ്മൾ എന്തോ ഏത് പ്രായക്കാരാ. അപ്പോൾ 18 വയസ്സിന് മുകളിലോട്ടുള്ളവരെ സിനിമ കാണിക്കത്തുള്ളൂ. പക്ഷെ ഇത് കൊച്ചു പിള്ളേരെടുത്ത് വായിക്കുകയും കാണുകയൊക്കെ ചെയ്യും. അവർക്കിത് മനസ്സിലാകത്തേ ഇല്ല. പെണ്ണുങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്, സൂപ്പർ അല്ലേ. ഇന്ത്യയിൽ ഇങ്ങനെയാണെന്ന് പണ്ട്. ഇന്ത്യയിൽ ഇങ്ങനത്തെ പെണ്ണുങ്ങളൊന്നുമില്ല. ശിവനൊക്കെ നിൽക്കുന്ന ഇപ്പൊ ഉണ്ട്. ഈ ശിവന്റെ അല്ല ലിംഗം വന്നത്. ഇത് ഇങ്ങനെ കിടക്കുവാണ്. ഇതെന്താ പൊട്ട ആട്ടുക കേട്ടോ. മറ്റേത് കാണണം. എൻ്റെ അമ്മോ, ബാറ്റ്മാനൊക്കെ ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ആനിമേഷൻ മാറി അവിടെ. ഇത് പ്ലെയിൻ വരെയാ, കമ്പയർ ചെയ്യാൻ പറ്റില്ല, കൊള്ളത്തേ ഇല്ല. ഇത് ഈ പരിപാടി കുറച്ചുകൂടി എന്താ പറയാ, ക്ലോസപ്പുകളൊക്കെ കൂടുതലാണ്. ഭയങ്കര ഭാഗങ്ങളൊക്കെ, ഇമോഷൻസ് ഒക്കെ കാണാൻ പറ്റും. ഇവിടെ കണ്ടു ഇവരുടെ ഭയമൊക്കെ കാണാൻ പറ്റും. ഭയങ്കര വരച്ചേക്കുന്നത്. ഇത് അറിഞ്ഞിടപാട്. ഇവിടെ കണ്ട പാമ്പും കഴുകും, അതിന്റെ ഒക്കെ ക്ലോസപ്പ് വെച്ചാൽ അത് കണ്ടോ, കൊള്ളത്തില്ല. വർക്ക് കൊള്ളത്തില്ല, വളരെ മോശം, തീരെ മോശം ആർട്ട്. സബ്സ്റ്റാൻഡേർഡ് പരിപാടിയാണ്. ഒരു നിലവാരം ഇല്ലാത്തൊരു ബുക്ക്. കാരണം ഇപ്പൊ സൂപ്പർമാൻ സ്പൈഡർമാനൊക്കെ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തോ ഓടും അതിനകത്ത്. ഈ സ്റ്റോറി ഇപ്പൊ അവരെ എടുത്ത് ചെയ്യണമെങ്കിൽ വേറെ രീതി വന്നേ, വേറെ സാധനമായിട്ട് വന്നേ. ഇത് മൊത്തം ഇതാന്ന് ഞാനിത് നോക്കിയിടും. ഞാൻ ഈ ബുക്ക് കൊണ്ട് ഒട്ടിച്ചില്ലേ, അതിനിടയ്ക്ക് ഞാൻ വെറുതെ ശ്രദ്ധിച്ചപ്പോഴേ ഈ മാർക്കോ വയലൻസ് ആന്ന് പറഞ്ഞപ്പോഴേ ഇങ്ങോട്ട് നോക്കി. അതൊക്കെ ഫുൾ വയലൻസ്. ഇത് വരത്തില്ല, ഒട്ടിയിരിക്കുന്ന ഓട്ടെ. ആരെങ്കിലുമൊക്കെ കാര്യം കാണുന്നത് ഇവിടെ കാണാൻ പറ്റത്തില്ല. ഇത് സ്ക്രീനിന് പുറത്തല്ലേ. നമ്മുടെ വിഷയം എന്താണെന്ന്, കപ്പക്കുഴി. കപ്പയ്ക്ക് കുഴി എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. അഥവാ ലിംഗം കിട്ടിയാൽ ആരോടും അറിയാതെ കുഴിച്ചു മൂടുക. ആ കുഴിയാണ് മൂടിയേക്കുക, അല്ല അടിച്ചങ്ങ് പൊട്ടിക്കുക. പ്രശ്നം അങ്ങ് തീരട്ടെ. എൻ്റെ പറമ്പിലെങ്ങാനോ കിട്ടുന്ന അപ്പം അടിച്ച് പൊട്ടിച്ച് പീസാക്കിയാൽ ഞാൻ കത്തിക്കളയും. അവിടെ നിന്ന് എവിടുന്നില്ല, അല്ല വേറെ എവിടെയും കൊണ്ട് കളഞ്ഞിട്ട് അവിടെ നിന്ന് കണ്ടുപിടിക്കട്ടെ. വേറെ പറമ്പിൽ കൊണ്ട് ഇല്ല, നമ്മളൊന്നും പറമ്പിലൊന്നും ഈ പരിപാടി നടക്കത്തില്ല. ഞാൻ അടിച്ചു പിടിച്ചോളൂ, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇത് ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സാധനം പൊങ്ങി വന്നാൽ എന്തോ ചെയ്യേണ്ടത്? പിന്നെ ഇത് ഉടനെ തന്നെ പൊക്കി പിടിച്ച് ഇവിടെ ഇങ്ങനെ ഇരുന്ന് സമാധിയായേ കൊണ്ടിരിക്കണോ? അത് ചെയ്യാൻ പാടില്ല. ഈ ലിംഗം ഇവിടെ വരുന്നത് എങ്ങനെയാന്ന് ഇവര് പറയുന്നത്, അമ്പലം ഉണ്ടായിരുന്നു എന്നാണോ? അപ്പൊ ആയിരിക്കും നേരത്തെ ശിവൻ പണ്ട് അവിടെ ഉണ്ടായിരുന്നു എന്നാണോ? എന്തോ ഉണ്ടായിരുന്നു അവിടെ. അവിടെ നേരത്തെ കൺസ്ട്രക്ഷൻ നടന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഓ, കൺസ്ട്രക്ഷൻ നടന്നിട്ടുണ്ടോ? ആ കൺസ്ട്രക്ഷൻ എങ്ങനെയോ മണ്ണിനടിയിലായി പോയി. പക്ഷെ അതിന്റെ മണ്ടയ്ക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പാടില്ലെന്നോ അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്തത് മാറ്റിയിട്ട് ഇനി ശരിക്കും പഴയ കൺസ്ട്രക്ഷനിലേക്ക് തിരിച്ചു പോകണമോ എന്താണോ എന്തോ. ഇപ്പൊ ഇതിപ്പോ എങ്ങനെയുണ്ടെന്ന് അറിയാമോ? ഞാൻ തനിക്ക് കുറച്ച് സ്ഥലം വിൽക്കുന്നു, അല്ലെങ്കിൽ തനിക്ക് കുറച്ച് സ്ഥലം തരിക. അല്ല വേണ്ട, താൻ അവിടെ ഒന്നും ഇല്ല, ഒരു സ്ഥലം ഒരാള് വീട് വെക്കും. അവിടെ കിടന്ന് എൻ്റെ ഒരു ഫോട്ടോ കിട്ടുന്നു. ഞാൻ വരികയാണ്, ഇത് എന്റെ സ്ഥലമാണ്, ഈ സ്ഥലം എന്റെ സ്ഥലമാണ്. അല്ലെങ്കിൽ എൻ്റെ അപ്പൂപ്പന്റെ ഫോട്ടോ അവിടെ എങ്ങനെ കിടന്നു, ഞാൻ വരുന്നു, ഇത് എൻ്റെ അപ്പൂപ്പൻ പണ്ട് ഇവിടെ ഉണ്ടായിരുന്നെന്നുള്ളതിന്റെ തെളിവാണ് ഈ കാണുന്നത്. ഇത് എന്റെ സ്ഥലമാണ്, നിങ്ങളിത് കയ്യേറിയതായിരിക്കാനാ സാധ്യത. അപ്പൊ അവര് പറയാം, അല്ല ഞങ്ങൾക്ക് ഇവിടെ മറ്റേ ഗവൺമെന്റ് പറയുന്നത് നിങ്ങൾ എടുക്കാറില്ല, നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല, ഇത് നമ്മുടേതാണെന്നുള്ളതിന് തെളിവാണല്ലോ കിടക്കുന്നത്. അതിനുണ്ടെങ്കിൽ വലിയ രേഖയൊന്നും ഉണ്ടാക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം അതിന് അടിയിലായിരുന്നേ. ഇതാണ് അടിയില്, ഇതാണ് ബേസ്. ഇതിന് മുകളിൽ ഇത് മറച്ച് അല്ലേ, ഗവൺമെന്റ് ആയിരിക്കും മറച്ചതെന്ന് പറയും. ഗവൺമെന്റിനും ഇതിനകത്ത് പങ്കുണ്ടോന്ന് പറയാൻ പറ്റില്ല. അത് ഏത് കാലത്ത് ഗവൺമെന്റിനാന്ന് പോലും പറയാൻ പറ്റത്തില്ല, അത്രയ്ക്ക് വലിയ പങ്കാണ്.
പാടുപെടും, കഷ്ടപ്പെടും. ഇങ്ങനെയൊക്കെ ഉള്ളവരുണ്ടായി എന്ത് ചെയ്യൂടൂ? അയ്യോ, ഈ സൈസ് കഥകളിലൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് എന്തും പറയാമോ? ഒരു കഥ വേണം. തനിക്ക് മനസ്സിലായ ഇവർക്ക് എന്തും പറയാം. എന്ത് വേണമെങ്കിൽ പറയാം, എന്ത് പറഞ്ഞാലും ഉണ്ടെന്നാ പറയാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് പറഞ്ഞാലും അതൊക്കെ ഉള്ളതാ. അങ്ങനെ സംഭവിച്ചു. ഇത് പത്രം തിന്നപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണേ. ഒരു നാട്ടിൽ ഒരു പ്രത്യേക സിനാരിയോ ആണത്. അതായത് ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു സാധനം ഇപ്പോൾ ഒരു ഷേപ്പിൽ പ്രത്യേക ഷേപ്പിലുള്ള ഒരു സാധനം കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്ന ആൾക്കാരുടെയാണെന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്തുകൊണ്ട് അവരവിടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ് അവിടെ പൂജ നടത്തുന്നു. വല്ലവരെയും സ്ഥലത്തെ ഇപ്പം തനിക്ക് കൈവശാവകാശം ഉള്ളൊരു സ്ഥലത്ത് കയറി വേറൊരു ടീം കയറിയിട്ട് അവിടെ അവരുടെ പോലെ അവരതിന് കൈകാര്യം ചെയ്യാം അപ്പം മുതൽ. അപ്പോൾ കുരിശ് കൊണ്ട് കുത്തിവെക്കുന്ന കുരിശ് കൊള്ളാം. നല്ലൊരു കൃഷിയാണ്. മല കണ്ട അപ്പൊ കുരിശ് വെക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടത് പറയാം, കേരളത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പരിപാടി എന്ന് പറഞ്ഞാൽ മലയാറ്റൂർമല. ഇവിടെ മലയാറ്റൂർമല മറ്റേ സെയിന്റ് തോമസ് വന്ന് ചവിട്ടിയതെന്ന് പറഞ്ഞിട്ടൊരു കാലിന്റെ ഒരു ഷേപ്പിലൊരു സാധനമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് മുകളിലൊരു കുരിശും വെച്ചൊരു പള്ളിയൊക്കെ സെറ്റ് ചെയ്ത് ആ മലയും എടുത്തു. നല്ല പരിപാടിയല്ലേ? നല്ല കൃഷിയല്ലേ? ആ ഏരിയ ആരുടെയാ? ആ മല ആദ്യം മേടിച്ചിട്ടായിരിക്കുമോ അതോ ആരോട് മേടിക്കാൻ? ആരോടെ മേടിക്കേണ്ടത്? മേടിക്കണ്ടല്ലേ? അവിടെ ഉള്ളതാണ്. അത് അവിടെ ഉള്ളതല്ലേ? മേടിക്കാനായിട്ട് അത് ആരുടെ ആയിരുന്നില്ലല്ലോ. അപ്പൊ ഇയാള് വരുന്നതിന് മുമ്പ് അത് ആരുടെയാണെന്നുള്ളത് ഇനി മണ്ണ് കുഴിച്ചാൽ അറിയാൻ പറ്റും. ഇത് പുറകോട്ട് നമ്മൾ പോണം. അപ്പൊ അതിനടിയിൽ ലിംഗം കിട്ടും. ലിംഗം ഉറപ്പായിട്ടും അവിടെ ഉണ്ടാവും. അപ്പോഴാണ് കാൽപാദം മാറ്റിക്കോ ലിംഗം ഉണ്ടെന്ന് പറയും. കാലിനാണോ ലിംഗത്തിനാണോ വില വന്ന് അപ്പം അറിയാം. ഒരു കുഴപ്പമില്ല. അങ്ങനെ പലയിടത്തും പല സാധനങ്ങളും ഉണ്ട്. അയ്യോ, അതിന്റെ അടിയിൽ പോകുമ്പോഴായിരിക്കും വല്ല തലയോട് കിട്ടുന്നത് അല്ലേ? തലയോട് കിട്ടിയിട്ട് കാര്യമില്ല. തലയ്ക്കകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ. അത് നോക്കിയിട്ട് കാര്യമില്ല. ലിംഗം പക്ഷേ അങ്ങനെയല്ല. ഇവന്മാർ കണ്ടിട്ടില്ല മറ്റേ തലയോട്ടിയൊക്കെ ഇങ്ങനെ കൊരുത്ത് മേത്തൊക്കെ ഇട്ടുകൊണ്ട് നടക്കൂര്. അകത്തുമില്ല പുറത്തുള്ളതിലും ഒന്നുമില്ല. തുണി കൊടുക്കാതെ നടക്കുക. ഭസ്മം തേച്ച്. എടോ, ഈ കുംഭമേളൊക്കെ ഉണ്ട് ഗിന്നസ് റെക്കോർഡ് പോലെ സംഭവം ഉണ്ടോ? ഇത്ര ആൾക്കാർ വന്നു. ഗിന്നസ് റെക്കോർഡ് കൊടുക്കണം. കാരണം മറ്റേ ദിവ്യാവുണ്ണിയുടെ പരിപാടി കഴിഞ്ഞാൽ പിന്നെ ഗിന്നസ് റെക്കോർഡിന് അർഹമായ ഒരു പരിപാടി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇന്ത്യയിൽ ഇതിൽ കൂടുതൽ എന്തോ വേണ്ട കിട്ടുന്നതിന്? ആള് കൂടുക, ഇത്രയും പേര് തൂറി ഒരു ദിവസം ഒരു സമയത്തൊരിടത്തിരുന്ന് തൂറി എന്ന് പറഞ്ഞാൽ ഏറ്റവും അതൊന്നും ആർക്കും പിന്നെ കടത്തി വെട്ടാൻ പോലും പറ്റത്തില്ല. ആളെ വേണേൽ കൂട്ടാൻ പറ്റും, പക്ഷെ ഇങ്ങനെ തൂറിക്കാൻ പാടാ അല്ലേ? അവിടെ അങ്ങനെ പറഞ്ഞൊന്നും തൂറത്തൊന്നുമില്ല. ഇവന്മാരങ്ങനല്ല, ഒരേ സമയത്ത് തൂറാൻ പറഞ്ഞാൽ തൂറുന്നവന്മാരാ. തൂറികളെയും അല്ല, തൂറുണ്ടെന്ന് പറഞ്ഞാൽ തൂറാതിരിക്കുകയും ചെയ്യൂര്. ഇപ്പൊ മാർപ്പാപ്പ അങ്ങ് പറയാന്ന് വിചാരിക്കാം. മാർപ്പാപ്പ പറയാണ്, ഇപ്പുറത്തോട്ട് എടുത്ത് വെച്ച് നോക്ക്. മാർപ്പാപ്പ അങ്ങ് അനൗൺസ് ചെയ്യാണ്, നാളെ രാവിലെ 10 മുതൽ വൈകിട്ട് 6 മണി വരെ ലോകത്ത് ഒരു മനുഷ്യര് തൂറരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾ തൂറരുതെന്ന് പറഞ്ഞു. ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്ന കഴിക്കരുത്, രാവിലെ മൊത്തം തിന്നായിരിക്കണമെന്ന് പറഞ്ഞു. അല്ല, തൂറാതിരിക്കാൻ പറഞ്ഞാലും ഒരു തൂറായിരിക്കും. ഇവരങ്ങനത്തെ ആൾക്കാരാണ്. അതിന് പറ്റാത്ത അത് ചിലപ്പോൾ തെറ്റിപ്പോകാൻ സാധ്യത ഉണ്ടോ? അതൊരു ഭയങ്കര പ്രശ്നം. വയറിളക്കോളം എന്ത് ചെയ്യും അല്ലേ? അല്ലല്ല, അങ്ങനെ വന്നാൽ എന്ത് പറ്റുമെന്ന് അറിയോ? അതൊരു പാലിക്കാൻ പറ്റാത്ത ഒരു സംഭവം. അഥവാ അറിയാതായാലും തൂറി പോയാൽ വലിയ പാപിയായി പോകുമെന്ന് അറിയാം. അല്ല, അതിന് വേറെ പരിപാടി ഉണ്ട് ഇവിടെ. അറിയാതെ തൂറിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാതെ പറഞ്ഞാൽ അതങ്ങ് ക്ഷമിക്കുമായിരിക്കും. പിന്നെ ക്ഷമിക്കുന്ന ദൈവമല്ലേ ഉണ്ടാവും. ക്ഷമിക്കുന്ന ദൈവമല്ലേ? അതുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രാർത്ഥന, ഒരു പ്രാർത്ഥന ഒരു ഒപ്പീസിയലേക്കാം ഇവനെ കുഞ്ചിർത്തി. അത് തന്നെ. തീട്ടം സാധാരണ രീതിയിൽ കുണ്ടി കഴുകും, പക്ഷെ ഈ പ്രാവശ്യം 3 ദിവസം കഴിഞ്ഞ് കുണ്ടി കഴുകും. 3 ദിവസം കഴിഞ്ഞ് കുണ്ടി കഴുകിയിട്ട് വെഞ്ചിരിക്കണം കുണ്ടി. മനസ്സിലാവുണ്ടോ? കുണ്ടി വെഞ്ചിരിച്ചതിന് ശേഷം അവിടെ ഒരു അയ്യോ, ഒരു 3 മെഴുകുതിരി കത്തിച്ചു വയ്ക്കാം. 2 നന്മാർജോറെ ചെല്ലിയേക്കാം. 3 ഒറ്റ ഇങ്ങനെ കയറ്റി വെച്ചിട്ട് കത്തിക്കുക. അത് കത്തി തീരുമ്പോൾ കാര്യങ്ങളെല്ലാം ശരിയായി. ഓക്കെ അല്ലേ? അങ്ങനെയൊക്കെ ആയിരിക്കും. തീട്ടമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഫാസ്റ്റിങ്ങിന് വരെ എന്താ പറയാ, സ്റ്റൂളിങ്ങോ എന്താണേലും അത് നടത്തിയിരുന്നെങ്കിൽ ആകെ പ്രശ്നമായതിനെ. വേണ്ട അത് വേണ്ട. ആന്റി ഡയേരിയ, ലിറ്റിൽ ഫ്ലവർ മറ്റേതൊക്കെ പറഞ്ഞ സംഘടനയൊക്കെ തുടങ്ങൂര്. അത് തന്നെ ഭയങ്കര രസമായിരിക്കും.
എന്നിട്ട് എല്ലാരും കൂടി മറ്റേ പ്ലക്കാർഡൊക്കെ പിടിച്ച് ഈ കുണ്ടിയില് മെഴുതിരി കത്തിച്ച് വെച്ചേക്ക് തന്നെ പ്ലക്കാർഡ് പിടിച്ച് വരും. അങ്ങനെയൊക്കെ ഉണ്ടായ ഇൻകുലാബ് സിന്ദാബാദ്. അയ്യോ ഇല്ല എവിടന്മാരെയൊക്കെ എന്താ ചെയ്യണ്ട, ഇനി എന്ത് ചെയ്യും? അടി ഇപ്പൊ തന്നെ താൻ ആലോചിക്ക്, എല്ലായിടത്തും എല്ലാ പടവും ഉണ്ട്, എല്ലാവരുടെയും ഓരോന്നൊക്കെ മേടിച്ചുള്ള വണ്ടിക്കകത്തും വീടിനകത്തും എല്ലാം ഇത് വെച്ചേക്കുവാ. താനൊന്ന് ഓർത്ത് വെക്കട്ടെ, ദൂരം സാധനം വിൽക്കുന്ന ഇതുപോലത്തെ പ്രോഡക്ട്സ് ഉണ്ടാക്കിയിട്ട് വേസ്റ്റാ ശരിക്കും. ഇപ്പോഴും ഉണ്ടാക്കി വെക്കാം, അത്രയും തന്നെ പൊല്യൂഷൻ ഉണ്ടാവും, അത്രയും തന്നെ വേസ്റ്റ് ഉണ്ടാവും, പ്ലാസ്റ്റിക്കും ഉണ്ട്, മണ്ണും ഉണ്ട്, സ്റ്റീലും ഉണ്ട്. ഇസ്രായേലിൽ നിന്ന് കുറച്ച് മണ്ണ് ഇങ്ങോട്ട് ഇറക്കാൻ പറ്റിയാലേ, മണ്ണ് ഒരു കണ്ടെയ്നറിൽ മണ്ണ്, യേശു നടന്ന മണ്ണെന്നും പറഞ്ഞ് ഒരു പാത്രത്തിനകത്ത് ഇസ്രായേലിൽ നടക്കുന്നത്. അതിന്റെ ആവശ്യമില്ല ആണെന്ന് പറയാം. ഏതെങ്കിലും ഒരു മണ്ണൊന്ന് പൊടിച്ചൊന്ന് കഴുകി ഒരു പെയിന്റൂടെ മിക്സ് ചെയ്ത് അടുപ്പിച്ച് കൊടുക്കാം. യേശു നടന്ന മണ്ണാന്നും പറഞ്ഞിട്ട് ചെറായി ബീച്ചിൽ നിന്ന് വാരിയാൽ മതി. മണൽ കടൽ തീരം തോണിയേറി വല വീശി പോണോരെ കണ്ടു, അവരോടന്ന് ചൊല്ലി സ്നേഹമോടെ ദൈവദൂതുകൾ. അലക്കട്ടലിൽ അലയും മുക്കുവരെ ഒരുമയോടെ വരുവിൻ കഥ പറയാം. വലകൾ മാറി മാറി അലക്കടലിൽ വീശി നോക്കി, വെറുതെ തോണിയുമായി അവരലയുമ്പോൾ, വെറുതെ തോണിയുമായി അവരലയുമ്പോൾ. നല്ല അതുപോലെ പുള്ളി ഇങ്ങനെ നടന്ന ഒരു മണൽ തീരത്തുനിന്നുള്ള കടലിലെ വെള്ളമാണെന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് വെള്ളം, കടൽ വെള്ളം, അതേ വെള്ളം, കടൽ വെള്ളം, കടത്തിലുള്ള വെള്ളം, ഗലീലി കടലിലെ വെള്ളം, ഗലീലി കടലിലെ വെള്ളം, തിരകിൽ തോണിയേറി വലവീശി കണ്ടവർ എടുത്ത വെള്ളം. അത് തന്നെ, തോണിയേറി വലവീശി പോയവർ കോരിയ വെള്ളം, കോരിയ വെള്ളം ആണെന്ന് പറഞ്ഞ സാധനം കൊണ്ടുവന്നാൽ വീടെടുത്ത് കുടിക്കുമായിരിക്കും. കുടിക്കും. ചോദിക്കണം ആകാശം, എന്നിട്ട് പറയണം, എന്നിട്ട് ആകാശത്തോട് നോക്കിയിരുന്നോളാൻ പറഞ്ഞു. അവിടെ ആ സൂര്യരശ്മിയിലേക്ക് ഒരു 5 മിനിറ്റ് നോക്കിയിരുന്നാൽ കർത്താവ് പ്രത്യക്ഷപ്പെടും, നോക്കിയിരിക്കും, ഈ മണ്ടൻ കാണാനും പറ്റും. അവൻ അത് കണ്ടെന്നും പറയും. ഇവൻ ഈ വെള്ളത്തിനകത്ത് മറ്റേ ഇത് കുടിച്ചാലേ, കടലിൽ നിന്നൊക്കെ ഉള്ള വെള്ളം കുടിച്ച് ഇവന് തൂറ്റിളക്കം പിടിക്കണം. അപ്പോൾ വീണ്ടും മറ്റേ പ്ലക്കാർഡായിട്ട് ഇറങ്ങാം. ഇത് മെഴുകുതിരി കുത്തുന്ന പ്ലക്കാർഡ്, മെഴുകുതിരി കുത്തി കൊള്ളാം. നല്ല നല്ല ഊമ്പിക്കലായി പോയല്ലേ ഒരു പരിപാടിയെ. ഇതൊക്കെ കഴിഞ്ഞില്ലേ, ഇത്ര കാലമായില്ലേ, ഇത് മനസ്സിലാവുള്ളൂ ഇവർക്ക്. ഇതെന്താ മനസ്സിലാവാത്തത്? ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കണത് എങ്ങനെ? എന്ത് സെൻസ് വർക്ക് ചെയ്യുന്നില്ലേ? ഇപ്പൊ AI വന്നത് ആൾക്കാർ അറിഞ്ഞില്ലെന്ന് പറയുന്ന പോലത്തെ പരിപാടിയാ ഇത്. AI വന്നിട്ട് വലിയ ധാരണയൊന്നും ആയിട്ടൊന്നുമില്ല. ഇല്ല. ഇപ്പൊ മറ്റേ ആപ്പ് താൻ മ്യൂസിക് ഉണ്ടാക്കണല്ലേ, മറ്റേ ഇത്, അതിവിടെ വന്ന് ഇത്ര സിമ്പിളാ പരിപാടി. ഇപ്പൊ സർഗശേഷി വെച്ച് മറ്റേ കുണക്കേണ്ട കാര്യമൊന്നുമില്ല. അടുത്ത പരിപാടിയിലോട്ട് വെട്ടിയാരിത് കാണിച്ചില്ല, ഞാൻ അറിയത്തൊന്നുമില്ല. അതാ വേറൊരു കാര്യം. വെട്ടിയാരാ മെയിൻ. വെട്ടിയാർ കറക്റ്റ് സമയത്തിന് മൊത്തം പൊളിയാ, മൊത്തം പരിപാടി അറിയാം. ഞാൻ നോക്കിയപ്പോ ഒരു പാട്ട്, അത് കിടിലം പാട്ടാ, കിടിലം പാട്ട്. അതാണ് പാട്ട്, ഇന്ത്യയുടെ ഗാനം. അത് ശരിക്കും ഇന്ത്യയുടെ നാഷണൽ ആന്തം ആക്കാൻ പറ്റുന്ന പാട്ടാണ്. കിടിലം പാട്ട്, സൂപ്പർ പാട്ടാണ്. എന്റെ അമ്മോ, അയാളെ എന്തിനും ചെയ്യും ആൾക്കാർ. ഇതൊക്കെ ഇതിനെ മിക്കവാറും ആരെങ്കിലും പൊക്കോ, ഇടിക്കും, മിക്കവാറും തട്ടിക്കളയാൻ സാധ്യതയുള്ള ഒരു സാധനം. കളയത്തൊന്നുമില്ല, നല്ല ഇടി കിട്ടും. വെട്ടിയാരെ സൂക്ഷിച്ചു. വെട്ടിയാരുടെ യൂട്യൂബ് ചാനലിലെ പാട്ടുണ്ടെന്ന് എനിക്കറിയാം. എല്ലാം കൂടെ അവിടെ പോയി നോക്കുമായിരിക്കും. വെട്ടിയാരെന്ന് പറഞ്ഞ ആളുടെ യൂട്യൂബ് ചാനലിലേക്ക് മറ്റേ വെട്ടിയാരായിരിക്കും ചിലപ്പോ. അതല്ല, ആ വെട്ടിയാരല്ല, ഇത് വേറെ വെട്ടിയാര്. വെട്ടിയാരുടെ യൂട്യൂബ് ചാനലിൽ പോയി നോക്കിയാൽ കേൾക്കാം, പാട്ട് കേൾക്കാം. എന്നിട്ട് അവിടെ ചെന്നിട്ട് പറയണം, കമന്റ് ഇട്ടേക്കണം, ചെറുത്താൻ്റെ വീഡിയോ കണ്ടിട്ട്. അയ്യോ, എന്നാ വിറ്റൊക്കെയാണ് പാട്ടൊക്കെ, എന്നാ പാട്ടാളിയാ. ഓ, അപ്പൊ ശരി, നമുക്ക് പോയേക്കല്ലേ? പാട്ടൊരെണ്ണം കൂടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. എന്തിനെ പറ്റി? വെട്ടിയാരെ പറ്റിയോ? അല്ല, ലിംഗത്തെ പറ്റി ഒരു പാട്ടുണ്ടാക്കാം. ശിവലിംഗം, ശിവലിംഗം, ലിംഗം 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 ശിവലിംഗം, ലിംഗം 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 ശിവലിംഗം, ലിംഗം കണക്കെ മണ്ണിനടിയിൽ കുഴിഞ്ഞു കിടക്കുന്നേ, കപ്പയ്ക്ക് തടമെടുക്കുന്നേ, ഓ ലിംഗം പൊങ്ങുന്നു, കപ്പ പോകുന്നു. ഇനി കപ്പ കൂടെ അവിടെ കുഴിച്ചിടും. ചിലപ്പോ എനിക്ക് കപ്പ തന്നെയാണോന്ന് പറയാൻ പറ്റില്ല. അതൊന്ന് ശരിക്കും അത് കപ്പ കുഴിച്ചപ്പോൾ കപ്പയുടെ രീതിയിലുള്ള സാധനം കിട്ടിയതാണെങ്കിലും കപ്പപ്പറമ്പാണെന്ന് കാണിക്കുക. അത് ഇത് കപ്പയുടെ രൂപം തന്നെ കല്ലായി മാറുന്നതിന് കപ്പയെ ആരാധിച്ചുകൂടി?
കപ്പ ആരാധിക്കുന്നവരുണ്ടാകുന്നല്ലോ, അവരിപ്പോ ഇവിടെ ഇല്ലാത്തോണ്ടാണോ ഈ ലിംഗം ഏറ്റെടുത്തേക്കുന്നത്? ഈ അയ്യോ, എനിക്കതല്ല പ്രശ്നം. എനിക്കിപ്പോ അവരെ കുഴിച്ച് വെക്കാൻ വന്നിരുന്ന കപ്പയൊക്കെ ഇനി എവിടെ നടന്നു? കപ്പ വേണ്ടതല്ലേ? അവരെന്തിനാ അവിടെ വന്നത് ശരിക്കും? കപ്പ ശരിക്കും വേണ്ട. അല്ല, കപ്പ വേണ്ട, കപ്പയുടെ ആവശ്യമില്ല. കപ്പ ശരിക്കും ഈ ക്രിസ്ത്യാനികള് ഈ പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന സാധനം എങ്ങാണ്ടാണ്, വേറെ ബ്രസീലുകാരുടെ അങ്ങനത്തെ സാധനം എന്നൊക്കെ പറഞ്ഞൊക്കെ ഏതാണ്ട് കഥ കേട്ടിട്ടുണ്ട്. കപ്പ നമ്മുടെ അല്ല. എന്താണ് ആർഷവാര സംസ്കാരത്തിൽ കപ്പ ഇല്ലടോ. കപ്പയുടെ കേസ് ഇവിടെ നമ്മൾ പണിക്ക് വന്ന പണി അവര് ചെയ്തോ? അത് യൂണിയൻ ഇടപെട്ടോളൂല്ലോ. ഇവിടെ യൂണിയൻ ഉണ്ടല്ലോ, പണിക്കാരുടെ കാര്യങ്ങൾ. ആരോ എന്തോ ഒരു സാധനമായിട്ട് വരുവാന്ന്, ഒരു പണി ചെയ്യാൻ വരുവാന്ന്. അപ്പോഴാണ് ഇത് കണ്ടത്. ആ പണി എന്ന് പറയുന്നത് കപ്പ നടുക എന്നുള്ളതാണ്. ആ ജോലി ചെയ്യാൻ വന്ന തൊഴിലാളികളെ അല്ലല്ല, ആ തൊഴിലാളികളെ തൊഴിൽ ചെയ്യാൻ സംബന്ധിച്ചിട്ടില്ല. അതാ ഞാൻ ചോദിച്ചത്. അപ്പൊ ആ തൊഴിലാളികൾക്ക് വേണ്ടി ഇവിടെ തൊഴിലാളി സംഘടനകൾ ഇടപെടണം ഈ വിഷയത്തിൽ. നമുക്ക് കപ്പ നടിക്കണം എന്തായാലും. നമുക്ക് ആ കപ്പ എവിടെ ഉണ്ടെന്ന് അറിയണ്ടേ? ശരിക്കും ആ കപ്പ നട്ടോ ഇല്ലയോ? എന്തുകൊണ്ടാണ് കപ്പ നടാഞ്ഞത്? കപ്പ നടാൻ തന്നെ വന്നവരാണോ? അതോ നിങ്ങൾ ചുമ്മാ കപ്പ നടാനെന്ന് പറഞ്ഞ് സകല പറമ്പും കുഴിച്ചു നോക്കുവാണോ? ശരിക്കും അവർ ചിലപ്പോൾ ലിംഗം തപ്പി കിടക്കുന്നവർ കപ്പ പറയാനാണോ എന്നൊക്കെ പറഞ്ഞു വന്ന് മാറുന്നതായിരിക്കും. ശരിക്കും അവർക്ക് നേരത്തെ അറിയായിരിക്കും ഇവിടെ ലിംഗം ഉണ്ടെന്ന്. എന്നിട്ട് അവർ നൈസായിട്ട് കപ്പ നടാനാണേ എനിക്ക് എന്ന് പറഞ്ഞാൽ തങ്കഞ്ചേട്ടൻ്റെ പറമ്പിൽ കുഴിയെടുക്കാൻ വന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് മാന്തിയപ്പോൾ കറക്റ്റ് അവിടെ ചെന്ന് ഒറ്റ മാന്തി കപ്പ നട്ടില്ല. ഇനിയിപ്പോൾ കപ്പ കാണാൻ പറ്റത്തില്ല. അങ്ങനെ കപ്പ നട്ടാല് അവിടെ ലിംഗമല്ലേ, ലിംഗത്തിന് ഉണ്ടാക്കിയാലും കപ്പ നടുവോ? ഇത് ആന്റി കപ്പ ഫോറം എന്തോ പരിപാടി അവതരിപ്പിച്ചാണോ എന്ന് എനിക്ക് സംശയം. ഇല്ല, കപ്പയോട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ എനിക്ക് മനസ്സിലാകാത്ത കാര്യം, അവരെ പണി ചെയ്യാൻ വന്ന് കുറെ സാധനങ്ങളായിട്ട് ഒരു മനുഷ്യന് തൊഴിലിനിറങ്ങിയ പണി ആയുധങ്ങളുമായിട്ട് വരികയാണ്. അവരപ്പോ അത് കണ്ടെന്ന് പറഞ്ഞാൽ ബാക്കി കപ്പ ഇടണ്ടേ? അതെന്തി അതിനെപ്പറ്റി അറിയുന്നില്ലല്ലോ. അവര് ബാക്കി കപ്പയൊക്കെ കണ്ടിട്ട് ഓക്കെ ഇത് കണ്ട് ഇത് കണ്ടു ഞങ്ങൾ പണിയൊക്കെ കഴിഞ്ഞ് പോവാണേ ബായ്. അതല്ലേ സീൻ, ശരിക്കുള്ള സീൻ അതല്ലേ? എന്തെല്ലാം കിട്ടുന്നു പറമ്പിൽ നിന്ന്. ഇപ്പൊ ഇങ്ങനെ കളിക്കുമ്പോ ചിലപ്പോ ഇതുപോലൊരു ബോട്ടിൽ കിട്ടാം, ചിലപ്പോ ഒരു എന്തോ കിട്ടുന്നത് വല്ല ചെയിനോ, സൈക്കിൾ ചെയിൻ. എന്തായാലും എനിക്ക് ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ഈ കപ്പക്ക് കൂടെടുക്കാൻ വന്നവര് CPM കാരല്ല, അതിന്റെ CIT കാരല്ല. CIT കാരാണെങ്കിൽ ഈ സംഭവം പുറത്തു വരില്ല. അവരെ കുറച്ച് മണ്ണും കൂടി മൂടിയിട്ട് ആ സാധനമാണ് മാറ്റിയിട്ടേക്കും. ഓ, അങ്ങനൊന്നും ചെയ്തിട്ടുണ്ടോ? അല്ല, അവര് പൊട്ടിച്ച് പീസായി കഴിഞ്ഞാൽ പിന്നെ പറ്റത്തില്ല, ഒന്നും കണ്ടുപിടിക്കാതെ ഇച്ചിരി അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റിയിട്ടാ തീർന്നു. എനിക്ക് തോന്നുന്നത് BMS കാരാന്ന് തോന്നണോ ഈ പണിക്കാര്? ഈ BJP-യുടെ തൊഴിലാളി സംഘടനയിലെ പണിക്കാരായിരിക്കും. അവർക്ക് കൂടെ അവർക്ക് കണ്ടപ്പോൾ മനസ്സിലായത്. അല്ലെ ഇങ്ങനെ മനസ്സിലാവും എടുക്കാൻ വന്നവർക്ക് എങ്ങനെ മനസ്സിലാവും ഇത് ഇന്ന സാധനം എങ്ങനെ മനസ്സിലാവും? അത് ശരിയാണല്ലോ. വേറൊരു കാര്യം ഞാൻ എന്താണെന്നറിയോ, ഈ കപ്പയ്ക്ക് കുഴി എടുക്കുന്നു എന്ന് പറഞ്ഞു. എടോ, ആദ്യം ഇവിടെ ഒരു കുഴി എടുത്തു, അപ്പൊ അവിടെ എന്തോ ഒരു കല്ല് പോലെ കണ്ടു. ഓ, അപ്പുറത്തോട്ട് കുഴി എടുത്തു, കല്ല് പോലെ കണ്ടു. അവിടെ തന്നെ ഇവര് ഇതെല്ലാം കൂടെ മാന്തി എടുക്കേണ്ടത് എന്തിനാ? അങ്ങനെ ചെയ്യില്ലല്ലോ. ആരാ ചെയ്യുന്നത് അങ്ങനെ? കപ്പയ്ക്ക് കുഴി എടുക്കാൻ വന്നത് അവിടെ കല്ലാണ് മാറ്റി കുഴിക്കുന്നു, അവിടെ എല്ലാം കല്ല് കാണുന്നു, വിടുന്നു. അത് കഴിഞ്ഞ് ഇപ്പുറത്ത് കുത്തുമ്പോൾ ഓക്കെ, ഇവിടെ കുറച്ച് കല്ലുണ്ടെന്ന് ഇവിടെ കുത്തിയിട്ട് താഴുന്നില്ല. അല്ലാതെ പറഞ്ഞാൽ താഴ്ന്നില്ല കാണുമ്പോൾ ആരുടെ ഇതൊക്കെ മാന്തി അടിയിൽ പോയി ഇത് ലിംഗമാണെന്ന് പറഞ്ഞാൽ പൊക്കിക്കൊണ്ട് വരുകൂടെ? അതിനകത്ത് ചെറിയ പ്രശ്നം. ഈ മലകൾക്കൊക്കെ ലിംഗത്തിന്റെ ഷേപ്പ് ഉണ്ടല്ലോ. എടാ, അങ്ങനെയല്ലെന്നേ. ഇപ്പൊ വലിയൊരു കല്ല് ഇവര് കാണിച്ചേക്കുന്നത്, ആ കല്ല് മുഴുവനും മാന്തി എടുക്കേണ്ട ആവശ്യമില്ല. അവർ കപ്പയ്ക്കല്ല കുഴിയെടുത്തേ, അവര് ലിംഗം കെട്ടാൻ കുഴിച്ച പോലെ ഉണ്ട്. അവര് ചുമ്മാ പറയുക കേട്ടോ. അവരവിടെ എന്തോ പരിപാടിക്ക് ചെയ്യാൻ നോക്കി, അപ്പോഴാണ് ഇത് പൊങ്ങിയത്. JCB മാന്തുന്ന പരിപാടി നടത്തുക. എനിക്ക് തോന്നുന്നു മറ്റേ മണ്ണെടുക്കുക എന്നിട്ടുണ്ടാവും. അപ്പോഴായിരിക്കും ഇത് കണ്ടും പോയി. JCB ഓപ്പറേറ്റർക്ക് ലിംഗം അറിയാവുന്ന ആളുമാണ്, അയാൾ വിളിച്ച് പറയുകയും ചെയ്തു എല്ലാവരോടും. പള്ളിക്കാർ കുടുങ്ങിയ പോലെ ഉണ്ട്. JCB ഓപ്പറേറ്ററുടെ കയ്യില് JCB ഓപ്പറേറ്റർ ഒരു ലിംഗം ആരാധകനായിരിക്കും, ഭക്തൻ, മറ്റേ ഹിന്ദു വിശ്വാസിയായിരിക്കും. അതായിരിക്കും. അപ്പോൾ ഇത് ലിംഗം ഇതിന് പറ്റത്തില്ല. അല്ലെങ്കിൽ ഇവൻ ഈ JCB-ക്കകത്ത് ലിംഗം കൊണ്ട് നടക്കുന്നവനാണോ? ഇനി എവിടെയെങ്കിലും മാന്തിയിട്ട് അവിടെ ഇട്ടിട്ട് ഇത് ഇവിടെ കണ്ടു എന്ന് പറയണവനാണോ? അങ്ങനെ ആവാലോ. അത് പറ്റത്തില്ല. അതുണ്ട് ഇവിടെ. അതും പറയാൻ പറ്റില്ലേ? അടുത്ത ദിവസം രാവിലെ കുത്തിയപ്പോ ലിംഗം പൊങ്ങും. അതാവാം, അങ്ങനെ ആവാം. ഇത് ഫോറൻസിക്കിന്റെ അടുത്തോട്ടൊക്കെ വിട്ടിട്ട് ഇതിന്റെ പഴക്കമൊക്കെ നോക്കണം. ഉറപ്പായിട്ടും അതൊക്കെ ഇവിടെ എന്തായാലും നോക്കും. പക്ഷെ വേറെ പ്രശ്നമുണ്ട്, ഇവിടെ ഇതിന് പുറത്തോട്ട് വിട്ട് കഴിഞ്ഞാൽ അവന്മാര് നോർത്ത് ഇന്ത്യക്കാരത് പറയാൻ ലിംഗം തന്നെയാന്ന് പറഞ്ഞു വിടും. മാന്തിയിട്ട് വേറെ വല്ലതും കൂടെ കണ്ടു. ഇവിടെ ഹൈദരാബാദിലാണല്ലോ, പുറത്തോട്ട് പോകണം. അവന്മാരൊന്നും അത്ര വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല. അത് ശരിയാ, അവിടെ സംഖ്യകളുണ്ട്. അവന്മാര് അത് ചിലപ്പോ പണി നടത്തും, വേറെ കല്ല് തിരിച്ചു വരും ചിലപ്പോ. ഇത് എന്തൊക്കെ പറഞ്ഞാൽ ഞാൻ പറയും, ഇമാര് കപ്പ നടാൻ വന്നവരല്ല. അവര് പിന്നീട് കപ്പ നട്ടിട്ടില്ല. അവർ കപ്പ നടുന്ന കോൺസെൻട്രേഷൻ വിട്ടിട്ട് അവർക്ക് വേറെ എവിടേക്കോ എന്തൊക്കെയോ ചെയ്തത് ഒന്നും പോരാത്തവര് മാന്തി 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 മാന്തി
വലിയൊരു കല്ല് പുറത്തെടുത്തുന്നത് അതന്നെ ഇടപാടാന്ന് നോക്കുന്നത്. കപ്പാടാൻ വന്നവര് അത് അങ്ങനെ കപ്പ ഇടുന്ന പറമ്പിലൊക്കെ ഇങ്ങനെയൊക്കെ ആരും ചെയ്യൂ. കിണർ കുഴിക്കാനാണേലും ഓക്കെ, കിണർ കുഴിക്കാനാണെങ്കിൽ എന്തോ പറ്റുമെന്ന് അറിയോ, ആ കല്ല് പൊട്ടിച്ച് ആ ഭാഗം റൗണ്ടിലൊക്കെ എടുത്തോണ്ട് പോകും. ലിംഗത്തിന്റെ ഒരു അറ്റം പോയി, ലിംഗം ചെതറും, അത്രേ ഉള്ളൂ. വല്ല ബോർവെല്ലൊക്കെയാണ് ലിംഗത്തിന്റെ ഇടയിൽ കൂടെ അടിച്ച് ഇറക്കി ലിംഗത്തിന് തുളയിട്ടുണ്ടാവും, ലിംഗത്തിന് തുള വീഴും. ബോർവെല്ലായിരുന്നു കുഴിക്കാൻ വന്നിരുന്നെങ്കിൽ. പക്ഷെ കപ്പയ്ക്ക് കുഴി എടുക്കുന്ന സാധ്യത വളരെ കുറവാട്ടോ. ഇത് മണ്ണ് മാന്തിയതാ, മണ്ണെടുത്താണ് ഭയങ്കര മണ്ണെടുപ്പ് പരിപാടി നടത്തിയപ്പോ കിട്ടിയത്. എന്നിട്ട് അപ്പുറത്തൊന്ന് മാറ്റി ഇപ്പുറത്തിട്ട് ജിയോളജി ഡിപ്പാർട്ട്മെന്റിലൊക്കെ കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത്, പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാനുള്ളതും കൊടുത്ത് എല്ലാം സെറ്റാക്കി അതൊക്കെ അവിടുന്ന് മണ്ണ് കടത്തുകയായിരുന്നു എന്ന് തോന്നുന്നു. ശരിയാ, മേ ബി അതാവാം. എല്ലാവരും മാന്തണ്ടത്, അത് മാന്തേണ്ട ആവശ്യമില്ല. ഒരു നോർമൽ ബോധത്തിലിരിക്കുന്ന ആൾക്കാരെ ചെയ്യേണ്ട കപ്പ നടാന്ന് പറഞ്ഞതിന്റെ ഒരു ലോജിക്കാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. കപ്പ നടാൻ വരുന്നവർ ഒരിക്കലും ഇത് കുഴിച്ചെടുക്കത്തില്ല. അവർ അത്രയും വലിയ കുഴി എടുക്കുക എന്ന് പറഞ്ഞാൽ പണിയാകും. അവർ കപ്പ നടുക, കുഴി എടുക്കുക. എടാ ഒരു കല്ലേ കുട്ടി കുഴിച്ചപ്പോ തട്ടി, ഉടനെ അത് പൊട്ടിച്ച് പറ്റുന്നില്ല, ഉടനെ അടുത്തടുത്ത് കുഴിച്ചാൽ ഇത്രയും നീളത്തിലും കൊണ്ടെന്നങ്ങ് വിചാരിക്കുക. അവിടെ കല്ല് കിടക്കുമെന്ന് വിചാരിച്ചു ഇമാരെന്ന് ഇത് മാന്തി എടുക്കുന്നേ. അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ചെയ്യുമ്പോൾ ജിയോളജി ഡിപ്പാർട്ട്മെന്റ് പെർമിഷനൊക്കെ വേണം ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യാനായിട്ട്. അപ്പൊ അതൊന്നും ഇല്ലാതൊക്കെ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് അവർക്ക് അറിയത്തില്ല, അവർ എടുത്തിട്ടില്ല, അവരെടുത്തു പോയി പുറത്ത്. പക്ഷെ പ്രത്യേകിച്ചൊന്നും പറ്റത്തില്ല, ശിവലിംഗത്തിനൊന്നും പറ്റത്തില്ല. പറയുന്നത് അങ്ങനെയല്ലല്ലോ, ഇങ്ങനെ മറ്റേ ബ്രഷൊക്കെ വെച്ചിട്ട് ഒരു തുള്ളി പോകാതെ എടുക്കുന്ന സാധനമല്ലേ ഇത്. ഇച്ചിരി പോയാലും കുഴപ്പമില്ല, എത്ര തുള്ളി പോയാലും പവറായിരിക്കും. ഡിപ്പാർട്ട്മെന്റിന്റെ പരിപാടി പോലെ അല്ലേ ഇത്. ഇതൊന്നും ഈ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ വെറും തരികണ ടീമാന്നേ. അവര് വെറുതെ ഇങ്ങനെ നടന്നിട്ട് ഇവിടെ കപ്പയ്ക്ക് കൂടി എടുക്കാൻ വന്നവർ ഇത്രയും പേര് ലിംഗം കണ്ടുപിടിച്ചു. അത് കൂളായിട്ട് പൊക്കിയെടുത്ത് കരയിലിട്ടു. അവന്മാരാണ് ഒരു വർഷം എടുത്തന്നെ ഇതിങ്ങനെ തൂത്ത് അവിടെ ഇരിക്കും. വലിയ പരിപാടിയാണ്. ഈ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിൽ പണിയെടുത്തോണ്ടിരുന്നവന്മാരൊക്കെ എനിക്ക് തോന്നുന്നു പഴയ ബ്രഷ് മറ്റേ പെയിന്റ് പണിക്കാരാന്ന് തോന്നുന്നു. എവിടെ ചെന്നാലും ഇവരിങ്ങനെ പാരമ്പര്യമായിട്ട് പെയിന്റ് പണിക്കാരാന്ന് ബ്രഷ് ഇട്ട് മാന്ത് ചൊറിച്ചില്ല. അതെന്തോ എന്തിനെങ്ങനത്തെ പണിയൊക്കെ എടുക്കണത്? പണിയെടുക്കണം, അങ്ങ് കിളച്ചെടുക്കണോ അത് അല്ലേ? അങ്ങനല്ലേ? എന്താണല്ലോ അവശിഷ്ടമല്ലേ? അങ്ങ് എടുക്ക എന്നിട്ട് നമുക്ക് പുറത്ത് വെച്ചിട്ട് എന്റെ പൊന്നിതാണ് ഇത്. കുറച്ച് ഡെറ്റോൾ ഒഴിച്ചൊന്ന് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ ക്ലിയർ ആയി സാധനം. ഇതൊക്കെ എല്ലാവർക്കും കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? ഇവര് ഈ ബ്രഷും പിടിച്ച് ഈ തൂക്കലായിരുന്നു, മനസ്സിലാവുണ്ടോ? തൂത്ത് തുടച്ച് എന്താണോ ഡെറ്റോളത്ത് കഴിയാ കുഴപ്പമില്ലാത്ത പരിപാടിയാണ്. ക്ലീൻ ആവുമല്ലോ. ഡെറ്റോൾ നല്ലതാ. മണ്ണെണ്ണ ഒഴിച്ചാലും മതി. പെട്രോൾ ഒഴിച്ചാൽ നല്ലതായിട്ട് പറ്റും. ഡീസൽ ഒഴിച്ച് ഈ ലിംഗം കല്ലായതുകൊണ്ടായിരിക്കും വെള്ളം ഒഴിച്ച് പാലൊഴിച്ച്. അതായിരിക്കും പാല് ബെസ്റ്റാ. പശുപാല് ബെസ്റ്റാ. ആട്ടുംപാലാണെങ്കിൽ പൊളിക്കും. ആട്ടുംപാലും അങ്ങനെ ഉപയോഗിക്കണം. അതും മറ്റേ പാത്തോന്റെ ആടൊക്കെയാണ്. അത് വേണ്ട. പശു തന്നെ വേണം. പശുമ്പടെ പാലെടുത്തത് നല്ലത്. പശുവിന്റെ പാല് നല്ലതാണോ? പശുമ്പാലാണ് ശരിക്കും സൂപ്പർ. പശുമ്പാല എന്തെല്ലാം കാര്യങ്ങൾ ഫ്ലെക്സിലൊക്കെ ഒഴിക്കാലോ, നല്ല രസമല്ലേ? ഫ്ലെക്സിൽ ഒഴിക്കാന്നല്ല ഏറ്റവും രസം അതാ. എനിക്ക് ഏറ്റവും ഇഷ്ടം അതാ. എനിക്ക് ചായ കുടിക്കുന്നതിലും ഇഷ്ടം ഈ ഫ്ലെക്സിൽ ഒഴിക്കുന്ന കാണാനാണ്. അതുപോലെ ഈ ലിംഗത്തിൽ ഒഴിക്കുന്ന വീഡിയോസും ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. എനിക്ക് അമ്പലത്തിൽ പോയി കാണാറില്ല, ആ ലിംഗത്തിൽ ഒഴിക്കുന്ന കാണാറുണ്ട്. വീഡിയോസ് കൂടുതൽ അമ്പലത്തിൽ പോകാറില്ല. അതുകൊണ്ട് ഞാൻ ഒളിച്ചിരുന്ന് വീഡിയോയിൽ കാണും. വീഡിയോയിൽ കണ്ട് വീട്ടിൽ തന്നെ ഇരുന്ന് കാണും. മനസ്സിലായോ? പോയി കാണാം. പലപ്പോഴും റോട്ടിക്കടൊക്കെ പോകുമ്പോൾ കാണാറുണ്ട്. കാണാൻ പറ്റും. പക്ഷേ അമ്പലത്തിലൊക്കെ പോയാൽ ഈ കല്ല് ഈ ലിംഗത്തെ വെള്ളം ഒഴിക്കുന്ന കാണാൻ പറ്റുമല്ലോ. വെള്ളമല്ല, സോറി, പാലൊഴിക്കുന്ന. നമുക്ക് അമ്പലത്തിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അതിന്റെ പേരിൽ മാത്രം, അതുകൊണ്ട് മാത്രം വീഡിയോ കണ്ട് എല്ലാം ഞങ്ങൾ നേരിട്ട് പോയി കണ്ടേനെ. വെള്ളം ഒഴിക്കുന്നത് അല്ല പാലൊഴിക്കുന്നത്. നേരിട്ട് കാണാൻ എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല. ഇതാ കുറച്ച് വീഡിയോ കാണുമ്പോഴാണ് രസം. വീഡിയോ രസം. വേറെ പണിയൊന്നുമില്ല, അവിടെ പോകണ്ടല്ലോ. ഇതാകുമ്പോൾ വീഡിയോ കുറെ ആൾക്കാരൊക്കെ ഉണ്ടാവും. ചുമ്മാ ഇങ്ങനെ സെർച്ച് ചെയ്താൽ മതി. ലിംഗം മിൽക്ക് കമ്മിങ് ഗോയിങ്, pouring milk on lingam. Good. നല്ലായിരിക്കും. ലിംഗം സ്റ്റാർ, ലിംഗൻ
എബ്രഹാം ലിങ്കൺ ഒക്കെ ശരിക്കും ഇവിടുന്ന് പോയ തലമുറക്കാരാണല്ലോ. എന്റെ സംശയം അതല്ല, ഇബ്രാഹിം ലിങ്ഖാൻ എന്നാണ് പേര്. ലിങ്ഖാൻ എന്ന് പറഞ്ഞ പേര്. അയാളുടെ ഒരു ഫോട്ടോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചരിത്രപരമായിട്ട് നമ്മള് ഈ പുറകോട്ട് തപ്പുകയാണെങ്കിൽ മീശയില്ല, താടിയുണ്ട്. അപ്പൊ എന്താ ഖാനല്ലേ? അതാണ്. അതെന്താ പേരെങ്ങനെ വന്നത്? എടോ, ഈ ബ്രഹ്മാവുണ്ടല്ലോ, ബ്രഹ്മാവാണ് ഈ എബ്രഹാം ആയത്. കേട്ടോ, അങ്ങനെയാണ് ബ്രാ വരെ ഉണ്ടായത്. പക്ഷെ ഈ ബ്രാക്ക് ബ്രാ എന്ന് പേരിട്ടത് ഒരു ശരിയായ രീതിയല്ല. അത് ശരിക്കും മതങ്ങൾക്ക് എതിരാണ്. ശരിക്കും സെമിറ്റിക് മതങ്ങൾക്കൊക്കെ ശരിക്കും എതിരാണ്. മനസ്സിലാട്ടോ? ബ്രാ എന്നുള്ള പേരൊക്കെ ഒരു സ്ത്രീയുടെ ഒരു വസ്ത്രത്തിന്റെ പേരൊക്കെ ബ്രായാക്കി മാറ്റിയത് അത് ശരിക്കും ഈ ആന്റിസെമിറ്റിസം ആണത്. അതെ. എന്തു പറയുന്നു? ഇബ്രാഹിം എല്ലാ മതങ്ങൾക്കും ഒരുപോലെ അല്ലേ? ബ്രഹ്മാവ് എല്ലാവർക്കും പണിയത് എല്ലാവർക്കും ഒരുപോലെ. കച്ചാന്ന് മതി. കച്ച മലയാളത്തിൽ അങ്ങനെയാ. മുലക്കച്ച കറക്റ്റ് അല്ലേ? കിച്ച. അപ്പോഴും ഈ അച്ഛൻ എന്നൊക്കെ പറയുന്നതിനോട് സമാനമായിട്ടുള്ള ഒരു വേർഡാണ് ഈ കച്ച എന്ന് പറയുന്നത്. കണ്ടോ? അപ്പൊ അങ്ങനൊരു ഇത് വരുന്നുണ്ട്. അപ്പോഴും ഈ എവിടെയോ എന്തോ പ്രശ്നം ഉണ്ടോ ഇതിനകത്ത്. ബ്രാവേണ്ട ബ്രായുടെ പ്രശ്നം നമുക്ക് വിഷയമാക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളെ വിഷയം അതല്ലല്ലോ. നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ നമുക്കിനി കപ്പപ്പറമ്പിലോട്ട് തന്നെ വരേണ്ടി വരും. കപ്പപ്പറമ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നെ കപ്പ നടാതെ പോയതിലുള്ള പ്രശ്നം അത് മനസ്സിലായിട്ടില്ല. അത്രയും കപ്പ വേസ്റ്റ് ആക്കി. അതിന്റെ സമാധാനം ആര് പറയും? പള്ളി പറയുവോ അതോ ശിവലിംഗം പറയുവോ? ഇത് പള്ളി കമ്മിറ്റിയിൽ ചർച്ച ചെയ്യണം. ഈ കപ്പ ഒക്കെ പണിയെടുത്ത ആരാണ്? ഈ പണിക്കാരെ കൂലിക്കാണുള്ള പണിയെടുത്ത് അവർക്ക് കൂലി കൊടുത്ത ശിവലിംഗം കണ്ടെത്താനല്ലല്ലോ. പണിക്കാരാരാണ് ഹയർ ചെയ്തത്? ആരാണ്? ഇത് പള്ളി കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ടത് ചർച്ചയ്ക്ക് കാരണം കപ്പ ഇടാൻ പോയാൽ കപ്പ ഇടുക. അതെ. അല്ലാതെ അവിടെ നിന്ന് ഈ മാന്താനും ഒന്നും ആരും പറഞ്ഞിട്ടില്ല. ഇത് പള്ളി കമ്മിറ്റി. ഇത് മറ്റേ ഭാരവാഹി മെയിൻ ടീമുകളുണ്ടല്ലോ. മറ്റേ എസ്തപ്പാൻ ചേട്ടൻ, പിന്നെ മറ്റേ കൊച്ചുദാസി ചേട്ടൻ, ഇങ്ങനെ കുറച്ച് ടീമുകളുണ്ട്. ഇവര് ഇതിനകത്ത് എന്തെങ്കിലും ഈ പങ്കുണ്ടോ എന്നുള്ളതൊക്കെ അന്വേഷിക്കേണ്ടി വരും. അല്ലാതെ ഈ പണിക്കാർ ഇത് കണ്ടെത്തേണ്ട യാതൊരു കാര്യവും എനിക്ക് എത്ര ആലോചിച്ചിട്ടും അത് കിട്ടണില്ല. അപ്പൊ ശരിയെന്നാ. Bora.